പ്രിയപ്പെട്ട ഉദ്യോഗാർത്ഥികളെ, SCERT പാഠഭാഗത്തെ ബേസ് ചെയ്തുകൊണ്ട് കേരള ചരിത്രം നോക്കാം. ഫസ്റ്റ് 7ാം ക്ലാസ്സിലെ പാഠം 8 നവകേരള സൃഷ്ടിക്കായി. കേരളത്തിലെ ആദ്യത്തെ സാമൂഹിക പരിഷ്കർത്താവായി കണക്കാക്കുന്നത് വൈകുണ്ഠസ്വാമികളെയാണ്. കേരളത്തിലെ ആദ്യത്തെ സാമൂഹിക പരിഷ്കർത്താവ് വൈകുണ്ഠസ്വാമികൾ. വൈകുണ്ഠസ്വാമികൾ ജനിച്ചത് കന്യാകുമാരിയിലെ ശാസ്താംകോയിലാണ്. അയിത്തത്തിനെതിരെയുള്ള പൊതു കിണറുകൾ കുഴിച്ച് വെല്ലുവിളിച്ച സാമൂഹിക പരിഷ്കർത്താവാണ് വൈകുണ്ഠസ്വാമികൾ. അയിത്തത്തിനെതിരെ പൊതു കിണറുകൾ കുഴിച്ച് വെല്ലുവിളിച്ച സാമൂഹിക പരിഷ്കർത്താവാണ് വൈകുണ്ഠസ്വാമികൾ. സമപന്തി ഭോജനം സംഘടിപ്പിച്ച പരിഷ്കർത്താവാണ് വൈകുണ്ഠസ്വാമികൾ. സമപന്തി ഭോജനം സംഘടിപ്പിച്ച പരിഷ്കർത്താവാണ് വൈകുണ്ഠസ്വാമികൾ. മേൽമുണ്ട് ധരിക്കൽ നിരോധത്തിനെതിരെയും ക്ഷേത്രപ്രവേശന നിരോധത്തിനെതിരെയും പ്രതികരിക്കാൻ സമത്വ സമാജം എന്ന സംഘടന രൂപീകരിച്ചു. മേൽമുണ്ട് ധരിക്കൽ നിരോധത്തിനെതിരെയും ക്ഷേത്രപ്രവേശന നിരോധത്തിനെതിരെയും പ്രതികരിക്കാൻ വേണ്ടിയിട്ട് സമത്വ സമാജം എന്ന സംഘടന രൂപീകരിച്ചു വൈകുണ്ഠസ്വാമികൾ. ചാന്നാർ ലഹളക്ക് പ്രചോദനമേകി വേല ചെയ്താൽ കൂലി കിട്ടണമെന്നത് പറഞ്ഞത് വൈകുണ്ഠസ്വാമികളാണ്. വേല ചെയ്താൽ കൂലി കിട്ടണമെന്ന് പറഞ്ഞത് വൈകുണ്ഠസ്വാമികളാണ്. ബ്രിട്ടീഷ് ഭരണത്തെ വൈകുണ്ഠസ്വാമികൾ എന്താ പറഞ്ഞത്? വെണ്ണീച ഭരണം എന്ന് ബ്രിട്ടീഷ് ഭരണത്തെ വിശേഷിപ്പിച്ചു. ചട്ടമ്പി സ്വാമികൾ ജനിച്ചത് തിരുവനന്തപുരത്ത് കണ്ണമൂലയിലാണ്. ചട്ടമ്പി സ്വാമികൾ സമാധിയായത് കൊല്ലം ജില്ലയിലെ പന്മനയിലാണ്. ചട്ടമ്പി സ്വാമികളുടെ യഥാർത്ഥ പേര് അയ്യപ്പൻ. അധസ്ഥിതർക്ക് സഞ്ചാര സ്വാതന്ത്ര്യവും ക്ഷേത്രപ്രവേശനവും അനുവദിക്കണമെന്ന് വാദിച്ച പരിഷ്കർത്താവാണ് ചട്ടമ്പി സ്വാമികൾ. വേദാധികാര നിരൂപണം, പ്രാചീന മലയാളം എന്നിവ രചിച്ചത് ചട്ടമ്പി സ്വാമികളാണ്. വിദ്യയും വിത്തവും ഉണ്ടെങ്കിലേ മനുഷ്യ പുരോഗതി സാധ്യമാകൂ എന്ന് പറഞ്ഞത് ചട്ടമ്പി സ്വാമികളാണ്. ആരാണ്? ചട്ടമ്പി സ്വാമികൾ. കേരള നവോത്ഥാനത്തിന്റെ പിതാവ് ശ്രീനാരായണ ഗുരു ദാരിദ്ര്യ നിർമ്മാർജ്ജന പരിപാടികളിലൂടെയും വ്യവസായശാലകൾ സ്ഥാപിച്ച് ജനങ്ങൾക്ക് ജോലി നൽകാൻ നിർദ്ദേശിച്ചുകൊണ്ടും സാമൂഹിക മാറ്റത്തിന് ശ്രമിച്ച നവോത്ഥാന നായകനാണ് ശ്രീനാരായണ ഗുരു. ദാരിദ്ര്യ നിർമ്മാർജ്ജന പരിപാടികളിലൂടെയും വ്യവസായശാലകൾ സ്ഥാപിച്ച് ജനങ്ങൾക്ക് ജോലി നൽകാൻ നിർദ്ദേശിച്ചുകൊണ്ടും സാമൂഹിക മാറ്റത്തിന് ശ്രമിച്ച നവോത്ഥാന നായകനാണ് ശ്രീനാരായണ ഗുരു. പുളികുടി, തിരണ്ട് കല്യാണം, താലികെട്ട് കല്യാണം എന്നീ ദുരാചാരങ്ങൾക്കെതിരെ പ്രവർത്തിച്ച നവോത്ഥാന നായകനാണ് ശ്രീനാരായണ ഗുരു. പുളികുടി, തിരണ്ട് കല്യാണം, താലികെട്ട് കല്യാണം എന്നീ ദുരാചാരങ്ങൾക്കെതിരെ പ്രവർത്തിച്ച നവോത്ഥാന നായകനാണ് ശ്രീനാരായണ ഗുരു. SNDP ശ്രീനാരായണ ധർമ്മ പരിപാലന യോഗം രൂപീകരിച്ച വർഷം 1903. SNDP ശ്രീനാരായണ ധർമ്മ പരിപാലന യോഗം രൂപീകരിച്ച വർഷം 1903. ശ്രീനാരായണ ഗുരു ജനിച്ചത് ചെമ്പഴന്തിയിലാണ്. ശ്രീനാരായണ ഗുരു സമാധിയായത് ശിവഗിരി. ശ്രീനാരായണ ഗുരുവിൻ്റെ ഏറ്റവും പ്രധാന കൃതികൾ ആത്മോപദേശ ശതകം, ദർശനമാല, ദൈവദശകം. ശ്രീനാരായണ ഗുരുവിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട കൃതികളാണ് ആത്മോപദേശ ശതകം, ദർശനമാല, ദൈവദശകം. ശ്രീനാരായണ ഗുരു നടത്തിയ പ്രധാന പ്രതിഷ്ഠകൾ ഏതൊക്കെയാണ്? ശിവലിംഗ പ്രതിഷ്ഠ നടത്തിയത് അരുവിപ്പുറത്ത്. ദീപപ്രതിഷ്ഠ കാരമുക്കില്. ശാരദാ പ്രതിഷ്ഠ നടത്തിയത് ശിവഗിരിയിലാണ്. ശ്രീനാരായണ ഗുരു നടത്തിയ അവസാന പ്രതിഷ്ഠ ഓം എന്നെഴുതിയ കണ്ണാടി പ്രതിഷ്ഠയാണ്. അത് ആലപ്പുഴ ജില്ലയിലെ കളവങ്കോടാണ്. ശ്രീനാരായണ ഗുരു നടത്തിയ അവസാനത്തെ പ്രതിഷ്ഠ ഓം എന്നെഴുതിയ കണ്ണാടി പ്രതിഷ്ഠയാണ്. ഇത് ആലപ്പുഴ ജില്ലയിലെ കളവങ്കോടാണ് നടത്തിയത്. ഇനി ക്ഷേത്ര നിർമ്മാണമല്ല, വിദ്യാലയ നിർമ്മാണമാണ് ജനതയ്ക്ക് വേണ്ടത്. പ്രധാന ദേവാലയം വിദ്യാലയം തന്നെയാകണം എന്ന് പറഞ്ഞതാരാണ്? ശ്രീനാരായണ ഗുരു. ഇനി ക്ഷേത്ര നിർമ്മാണമല്ല, വിദ്യാലയ നിർമ്മാണമാണ് ജനതയ്ക്ക് വേണ്ടത്. പ്രധാന ദേവാലയം വിദ്യാലയം തന്നെയാകണം എന്ന് പറഞ്ഞത് ശ്രീനാരായണ ഗുരു. 1904 അധസ്ഥിതർക്ക് മാത്രമായി വിദ്യാലയം ആരംഭിച്ച സാമൂഹിക പരിഷ്കർത്താവാണ് അയ്യങ്കാളി.
1904 അധസ്ഥിതർക്ക് വേണ്ടി മാത്രമായിട്ട് വിദ്യാലയം ആരംഭിച്ച സാമൂഹിക പരിഷ്കർത്താവ് അയ്യങ്കാളി. അയ്യങ്കാളിയുടെ ജന്മസ്ഥലം വെങ്ങാനൂരാണ്. തിരുവനന്തപുരത്തെ വെങ്ങാനൂരാണ് അയ്യങ്കാളിയുടെ ജന്മസ്ഥലം. അദ്ദേഹം അധസ്ഥിതർക്ക് വേണ്ടി വിദ്യാലയം സ്ഥാപിച്ചത് 1904 സാധുജന പരിപാലന സംഘം രൂപീകരിച്ചത് അയ്യങ്കാളിയാണ്. സാധുജന പരിപാലന സംഘം SJBS രൂപീകരിച്ചത് അയ്യങ്കാളിയാണ്. അയ്യങ്കാളിയുടെ വില്ലുവണ്ടി യാത്ര നടത്തിയ വർഷം 1893. അയ്യങ്കാളിയുടെ വില്ലുവണ്ടി യാത്ര 1893. അയ്യങ്കാളിയുടെ വില്ലുവണ്ടി യാത്ര 1893. കല്ലുമാല സമരം നടത്തിയ പരിഷ്കർത്താവ് അയ്യങ്കാളിയാണ്. കല്ലുമാല സമരം നടത്തിയത് അയ്യങ്കാളിയാണ്. ശ്രീമൂലം പ്രജാസഭയിൽ അംഗമായ അധസ്ഥിത വിഭാഗ നേതാവാണ് അയ്യങ്കാളി. ശ്രീമൂലം പ്രജാസഭയിൽ അംഗമായ അധസ്ഥിത വിഭാഗ നേതാവാണ് അയ്യങ്കാളി. സാമൂഹികമായ പിന്നോക്കാവസ്ഥ പരിഹരിക്കാനുള്ള മാർഗം വിദ്യാഭ്യാസമാണ് എന്ന് പറഞ്ഞത് ആരാണ്? വക്കം മൗലവിയാണ്. സാമൂഹികമായ പിന്നോക്കാവസ്ഥ പരിഹരിക്കാനുള്ള മാർഗം വിദ്യാഭ്യാസമാണ് എന്ന് പറഞ്ഞത് ആരാണ്? വക്കം മൗലവിയാണ്. മതവിദ്യാഭ്യാസത്തോടൊപ്പം ഭൗതിക വിദ്യാഭ്യാസവും നേടിയാലേ മനുഷ്യ പുരോഗതി സാധ്യമാവൂ എന്ന് പറഞ്ഞത് വക്കം മൗലവി. മതവിദ്യാഭ്യാസത്തോടൊപ്പം ഭൗതിക വിദ്യാഭ്യാസവും നേടിയാലേ മനുഷ്യ പുരോഗതി സാധ്യമാകൂ എന്ന് പറഞ്ഞത് വക്കം മൗലവിയാണ്. സമ്പന്നർ പാവങ്ങൾക്ക് വിദ്യാഭ്യാസം നൽകാനുള്ള ചെലവ് വഹിക്കുകയും അവർക്ക് ഉന്നത വിദ്യാഭ്യാസം ലഭ്യമാക്കാൻ സഹായിക്കുകയും വേണമെന്ന് പറഞ്ഞത് വക്കം മൗലവിയാണ്. സമ്പന്നർ പാവങ്ങൾക്ക് വിദ്യാഭ്യാസം നൽകാനുള്ള ചെലവ് വഹിക്കുകയും അവർക്ക് ഉന്നത വിദ്യാഭ്യാസം ലഭ്യമാക്കാൻ സഹായിക്കുകയും വേണമെന്ന് പറഞ്ഞത് വക്കം മൗലവിയാണ്. ഇംഗ്ലീഷ് വിദ്യാഭ്യാസം, സ്ത്രീ വിദ്യാഭ്യാസം എന്നിവ പ്രോത്സാഹിപ്പിച്ച സാമൂഹിക പരിഷ്കർത്താവാണ് അദ്ദേഹം. ഇംഗ്ലീഷ് വിദ്യാഭ്യാസം, സ്ത്രീ വിദ്യാഭ്യാസം എന്നിവയെ അദ്ദേഹം പ്രോത്സാഹിപ്പിച്ചു. മലയാളം, ഉറുദു, അറബിക്, സംസ്കൃതം, പേർഷ്യൻ തുടങ്ങിയ ഭാഷകളിൽ പാണ്ഡിത്യമുണ്ടായിരുന്ന നവോത്ഥാന നായകനാണ് വക്കം മൗലവി. മലയാളം, ഉറുദു, അറബിക്, സംസ്കൃതം, പേർഷ്യൻ എന്നീ 5ഓളം ഭാഷകളിൽ അദ്ദേഹത്തിന് പ്രാവീണ്യം ഉണ്ടായിരുന്നു. മുസ്ലിം ഐക്യസംഘം സ്ഥാപിക്കപ്പെട്ടത് കൊടുങ്ങല്ലൂരാണ്. മുസ്ലിം ഐക്യസംഘം സ്ഥാപിക്കപ്പെട്ടത് കൊടുങ്ങല്ലൂരാണ്. സ്വദേശാഭിമാനി പത്രം ആരംഭിച്ചത് 1905 വക്കം മൗലവിയാണ്. സ്വദേശാഭിമാനി പത്രം 1905 വക്കം മൗലവിയാണ് ആരംഭിച്ചത്. വക്കം മൗലവി ആരംഭിച്ച മാസികകൾ മുസ്ലിം അൽ ഇസ്ലാം. വക്കം മൗലവി ആരംഭിച്ച മാസികകൾ മുസ്ലിം അൽ ഇസ്ലാം. സ്വദേശാഭിമാനി പത്രം കണ്ടുകെട്ടിയ വർഷം 1910. സ്വദേശാഭിമാനി പത്രം കണ്ടുകെട്ടിയ വർഷം 1910. സ്വദേശാഭിമാനി പത്രത്തിന്റെ പത്രാധിപര് രാമകൃഷ്ണപിള്ള. സ്വദേശാഭിമാനി പത്രത്തിന്റെ പത്രാധിപർ ആരാണ്? രാമകൃഷ്ണപിള്ള. കാണുന്നില്ല ഒരക്ഷരവും എൻ്റെ വംശത്തെ പറ്റി, കാണുന്നുണ്ട് അനേക വംശത്തിൻ ചരിത്രങ്ങൾ. ഇത് പൊയ്കയിൽ കുമാരഗുരുദേവന്റെ വാക്കുകളാണ്. കാണുന്നില്ല ഒരക്ഷരവും എൻ്റെ വംശത്തെ പറ്റി, കാണുന്നുണ്ട് അനേക വംശത്തിൻ ചരിത്രങ്ങൾ. ഇത് പൊയ്കയിൽ കുമാരഗുരുദേവന്റെ വാക്കുകളാണ്. ഭക്ഷണം കിട്ടുന്നില്ല, വേലകൂലികൾ ഓർത്താൽ ഒട്ടും സഹിപ്പതില്ല. ഇത് കുമാരഗുരുദേവൻ പറഞ്ഞതാണ്. ഭക്ഷണം കിട്ടുന്നില്ല, വേലകൂലികൾ ഓർത്താൽ ഒട്ടും സഹിപ്പതില്ല. ഇത് പറഞ്ഞത് കുമാരഗുരുദേവനാണ്. പൊയ്കയിൽ അപ്പച്ചൻ, പൊയ്കയിൽ യോഹന്നാൻ എന്നിങ്ങനെ അറിയപ്പെടുന്നത് കുമാരഗുരുദേവനാണ്. പൊയ്കയിൽ അപ്പച്ചൻ, പൊയ്കയിൽ യോഹന്നാൻ എന്നൊക്കെ അറിയപ്പെടുന്നത് കുമാരഗുരുദേവനാണ്. കുമാരഗുരുദേവൻ ജനിച്ചത് തിരുവല്ലയിലെ ഇരവിപേരൂരിലാണ്. കുമാരഗുരുദേവൻ ജനിച്ചത് തിരുവല്ലയിലെ ഇരവിപേരൂരിലാണ്. പ്രത്യക്ഷ രക്ഷാ ദൈവസഭ രൂപീകരിച്ചത് കുമാരഗുരുദേവനാണ്. പ്രത്യക്ഷ രക്ഷാ ദൈവസഭ രൂപീകരിച്ചത് കുമാരഗുരുദേവനാണ്. ഒന്നാം ലോക മഹായുദ്ധകാലത്ത് മാങ്കുളത്ത് നിന്ന് കുളത്തൂർ കുന്നിലേക്ക് സമാധാനം, ലോകത്തിന് സമാധാനം എന്ന മുദ്രാവാക്യത്തോടുകൂടി യുദ്ധവിരുദ്ധ ജാഥ നടത്തിയത് കുമാരഗുരുദേവനാണ്. ഒന്നാം ലോക മഹായുദ്ധകാലത്ത് മാങ്കുളത്ത് നിന്ന് കുളത്തൂർ കുന്നിലേക്ക് സമാധാനം, ലോകത്തിന് സമാധാനം എന്ന മുദ്രാവാക്യത്തോടെ യുദ്ധവിരുദ്ധ ജാഥ നടത്തിയത് കുമാരഗുരുദേവനാണ്. ആത്മവിദ്യാസംഘം രൂപീകരിച്ചത് വാഗ്ഭടാനന്ദൻ. സാമൂഹിക പരിഷ്കരണത്തോടൊപ്പം ദാരിദ്ര്യ നിർമ്മാർജ്ജനത്തിനും സ്ത്രീ പുരുഷ സമത്വത്തിനും പ്രാധാന്യം നൽകിയ നവോത്ഥാന നായകനാണ് വാഗ്ഭടാനന്ദൻ. സാമൂഹിക പരിഷ്കരണത്തോടൊപ്പം ദാരിദ്ര്യ നിർമ്മാർജ്ജനത്തിനും സ്ത്രീ പുരുഷ സമത്വത്തിനും പ്രാധാന്യം നൽകിയ നവോത്ഥാന നായകനാണ് അദ്ദേഹം. തോൽവിറക് സമരം നടന്നത് കാസർഗോഡ് ജില്ലയിലെ ചീമേനിയിൽ കാർത്യായനി അമ്മയുടെ നേതൃത്വത്തിലാണ്. തോൽവിറക് സമരം നടന്നത് കാസർഗോഡ് ജില്ലയിലെ ചീമേനിയിൽ കാർത്യായനി അമ്മയുടെ നേതൃത്വത്തിലാണ്.
തോൽവിറക് സമരം കാസർഗോഡ് ജില്ലയിലെ ചീമേനിയിലെ കാർത്യായനി അമ്മയുടെ നേതൃത്വത്തിലാണ്. മേച്ചിൽപുല്ല് സമരം നടന്നത് കണ്ണൂർ ജില്ലയിലെ കണ്ടക്കൈ ഗ്രാമത്തിലെ കണ്ടക്കൈ കുഞ്ഞാക്കമ്മയുടെ നേതൃത്വത്തിലാണ്. മേച്ചിൽപുല്ല് സമരം നടന്നത് കണ്ണൂർ ജില്ലയിലെ കണ്ടക്കൈ ഗ്രാമത്തിലെ കണ്ടക്കൈ കുഞ്ഞാക്കമ്മയുടെ നേതൃത്വത്തിലാണ്. അടുക്കളയിൽ നിന്ന് അരങ്ങത്തേക്ക് എന്ന നാടകം രചിച്ചത് വി.ടി. ഭട്ടതിരിപ്പാടാണ്. അടുക്കളയിൽ നിന്ന് അരങ്ങത്തേക്ക് എന്ന നാടകം രചിച്ചത് വി.ടി. ഭട്ടതിരിപ്പാട്. ഋതുമതി എന്ന നാടകം രചിച്ചത് പ്രേംജി. നമ്പൂതിരി സ്ത്രീകളെ സ്വയം പര്യാപ്തമാക്കാനുള്ള പ്രവർത്തനങ്ങൾക്ക് നേതൃത്വം കൊടുത്ത വനിതകളാണ് ആര്യാപ്പള്ളം, ദേവകി നരിക്കാട്ടിരി, പാർവതി നെന്മേനിമംഗലം. നമ്പൂതിരി സ്ത്രീകളെ സ്വയം പര്യാപ്തമാക്കാനുള്ള പ്രവർത്തനങ്ങൾക്ക് നേതൃത്വം കൊടുത്ത വനിതകളാണ് ആര്യാപ്പള്ളം, ദേവകി നരിക്കാട്ടിരി, പാർവതി നെന്മേനിമംഗലം. ഇനി 10ാം ക്ലാസ്സിലെ പാഠം 8 കേരളം ആധുനികതയിലേക്ക് എന്നുള്ളതാണ്. വാസ്കോഡഗാമയോടൊപ്പം കേരളത്തിലെത്തിയ പോർച്ചുഗീസ് നാവികനാണ് അൽവാരോ വെൻഹോ. വാസ്കോഡഗാമയോടൊപ്പം കേരളത്തിലെത്തിയ പോർച്ചുഗീസ് നാവികനാണ് അൽവാരോ വെൻഹോ. പോർച്ചുഗീസുകാർക്കെതിരെ അറബിക്കടലിൽ ശക്തമായ ചെറുത്തുനിൽപ്പുകൾ നടത്തിയ സാമൂതിരിയുടെ നാവികപ്പടയുടെ തലവനാണ് കുഞ്ഞാലി മരയ്ക്കാർ. പോർച്ചുഗീസുകാർക്കെതിരെ അറബിക്കടലിൽ ശക്തമായ ചെറുത്തുനിൽപ്പ് നടത്തിയ സാമൂതിരിയുടെ നാവികപ്പടയുടെ തലവനാണ് കുഞ്ഞാലി മരയ്ക്കാർ. ഡച്ചുകാർ പോർച്ചുഗീസുകാരെ കേരളത്തിൽ നിന്ന് തുരത്തിയ വർഷം 1663 ഡച്ചുകാർ പോർച്ചുഗീസുകാരെ കേരളത്തിൽ നിന്ന് തുരത്തിയ വർഷം ഏതാണ്? 1663 1663. ഡച്ചുകാർ പോർച്ചുഗീസുകാരെ കേരളത്തിൽ നിന്ന് തുരത്തിയ വർഷം 1663. കേരളത്തിൽ ഡച്ചുകാരുടെ പതനത്തിന് കാരണമായ യുദ്ധം കുളച്ചൽ യുദ്ധം 1741. കേരളത്തിൽ ഡച്ചുകാരുടെ പതനത്തിന് കാരണമായ യുദ്ധം കുളച്ചൽ യുദ്ധം 1741. കുളച്ചൽ യുദ്ധം നടന്നത് തിരുവിതാംകൂർ ഭരണാധികാരിയായ മാർത്താണ്ഡവർമ്മയും ഡച്ചുകാരും തമ്മിൽ. കുളച്ചൽ യുദ്ധം നടന്നത് തിരുവിതാംകൂർ ഭരണാധികാരിയായ മാർത്താണ്ഡവർമ്മയും ഡച്ചുകാരും തമ്മിലാണ് കുളച്ചൽ യുദ്ധം നടന്നത്. ഇംഗ്ലീഷുകാരും ഫ്രഞ്ചുകാരും തമ്മിൽ നടന്ന യുദ്ധങ്ങൾ അറിയപ്പെടുന്നത് കർണാട്ടിക് യുദ്ധങ്ങൾ എന്ന പേരിലാണ്. ഇംഗ്ലീഷുകാരും ഫ്രഞ്ചുകാരും തമ്മിൽ നടന്ന യുദ്ധങ്ങൾ കർണാട്ടിക് യുദ്ധങ്ങൾ. കോഴിക്കോട് ഭരണം നടത്തിയിരുന്ന സാമൂതിരിമാരുടെ നാവികപ്പടയുടെ തലവന്മാരാണ് കുഞ്ഞാലി മരയ്ക്കാർമാർ. കോഴിക്കോട് ഭരണം നടത്തിയിരുന്ന സാമൂതിരിമാരുടെ നാവികപ്പടയുടെ തലവന്മാർ കുഞ്ഞാലി മരയ്ക്കാർമാർ. ഫ്രഞ്ചുകാരും ഇംഗ്ലീഷുകാരും തമ്മിലുള്ള യുദ്ധങ്ങളെ കർണാട്ടിക് യുദ്ധങ്ങൾ എന്ന പേരിൽ അറിയപ്പെടുന്നു. കുഞ്ഞാലി മരയ്ക്കാർമാരുടെ ആസ്ഥാനം കോഴിക്കോട് ജില്ലയിലെ വടകരക്കടുത്തുള്ള പുതുപ്പണത്തെ മരയ്ക്കാർ കോട്ടയാണ്. കുഞ്ഞാലി മരയ്ക്കാർമാരുടെ ആസ്ഥാനം കോഴിക്കോട് ജില്ലയിലെ വടകരക്കടുത്തുള്ള പുതുപ്പണത്തെ മരയ്ക്കാർ കോട്ട. പോർച്ചുഗീസുകാരുടെ കയ്യിൽ നിന്നും ചാലിയൻകോട്ട തിരിച്ചുപിടിക്കാൻ സാമൂതിരിയെ സഹായിച്ചത് കുഞ്ഞാലി മൂന്നാമനാണ്. പോർച്ചുഗീസുകാരുടെ കയ്യിൽ നിന്നും ചാലിയൻകോട്ട തിരിച്ചുപിടിക്കാൻ സാമൂതിരിയെ സഹായിച്ചതാരാണ്? കുഞ്ഞാലി മൂന്നാമനാണ്. ചാലിയൻകോട്ടയിലെ വിജയത്തെ പ്രകീർത്തിച്ചുകൊണ്ട് ഖാസി മുഹമ്മദ് 16ാം നൂറ്റാണ്ടിൽ എഴുതിയ അറബി കാവ്യമാണ് ഫതുഹുൽ മുബീൻ, വ്യക്തമായ വിജയം. ചാലിയൻകോട്ടയിലെ വിജയത്തെ പ്രകീർത്തിച്ചുകൊണ്ട് ഖാസി മുഹമ്മദ് 16ാം നൂറ്റാണ്ടിൽ എഴുതിയ അറബി കാവ്യമാണ് ഫതുഹുൽ മുബീൻ. അതിന്റെ അർത്ഥം വ്യക്തമായ വിജയം. ഹിസ്റ്ററി ഓഫ് കേരള എന്ന പുസ്തകം രചിച്ചത് സർദാർ കെ.എം. പണിക്കർ. ഇംഗ്ലീഷ് ഈസ്റ്റ് ഇന്ത്യ കമ്പനിയുടെ പ്രതിനിധിയായി ബ്രിട്ടീഷുകാർ കേരളത്തിലെത്തുകയും സാമൂതിരിയുമായി വ്യാപാര ഉടമ്പടിയിൽ ഒപ്പുവെക്കുകയും ചെയ്ത വർഷം 1615. ഇംഗ്ലീഷ് ഈസ്റ്റ് ഇന്ത്യ കമ്പനിയുടെ പ്രതിനിധിയായി ബ്രിട്ടീഷുകാർ കേരളത്തിലെത്തുകയും സാമൂതിരിയുമായി വ്യാപാര ഉടമ്പടിയിൽ ഒപ്പുവെക്കുകയും ചെയ്തത് 1615. പാണ്ഡികശാലകൾ അഥവാ സംഭരണ കേന്ദ്രങ്ങൾ ആരംഭിക്കാനുള്ള അനുമതി ഇംഗ്ലീഷ് ഈസ്റ്റ് ഇന്ത്യ കമ്പനി കരസ്ഥമാക്കിയ സ്ഥലങ്ങൾ വിഴിഞ്ഞം, തലശ്ശേരി, അഞ്ചുതെങ്ങ്. പാണ്ഡികശാലകൾ അഥവാ സംഭരണ കേന്ദ്രങ്ങൾ ആരംഭിക്കാനുള്ള അനുമതി ഇംഗ്ലീഷ് ഈസ്റ്റ് ഇന്ത്യ കമ്പനി കരസ്ഥമാക്കിയ സ്ഥലങ്ങളാണ് വിഴിഞ്ഞം, തലശ്ശേരി, അഞ്ചുതെങ്ങ്. അഞ്ചുതെങ്ങിൽ കോട്ട പണിയാനുള്ള അനുവാദം ബ്രിട്ടീഷുകാർക്ക് കൊടുത്തത് ആറ്റിങ്ങൽ റാണിയാണ്. അഞ്ചുതെങ്ങിൽ കോട്ട പണിയാനുള്ള അനുവാദം ബ്രിട്ടീഷുകാർക്ക് കൊടുത്തത് ആരാണ്? ആറ്റിങ്ങൽ റാണിയാണ്. 1721 ആറ്റിങ്ങൽ റാണിക്ക് സമ്മാനവുമായി പോകുകയായിരുന്ന 150ഓളം വരുന്ന ഇംഗ്ലീഷ് സംഘത്തെ നാട്ടുകാർ വധിച്ചു. ഈ സംഭവം അറിയപ്പെടുന്നത് ആറ്റിങ്ങൽ കലാപം. ബ്രിട്ടീഷുകാർക്കെതിരെ കേരളത്തിൽ നടന്ന ആദ്യത്തെ സംഘടിത കലാപമാണ് ആറ്റിങ്ങൽ കലാപം. മലബാർ ബ്രിട്ടീഷുകാർക്ക് ലഭിക്കാൻ കാരണമായ സന്ധി ശ്രീരംഗപട്ടണം സന്ധി. ഏതാണ്? ശ്രീരംഗപട്ടണം സന്ധി. 1792 ശ്രീരംഗപട്ടണം സന്ധി ഒപ്പുവെച്ചത് മൈസൂർ ഭരണാധികാരികളും ബ്രിട്ടീഷുകാരുമായിരുന്നു.
1792 ശ്രീരംഗപട്ടണം സന്ധി ഒപ്പുവെച്ചത് ആരൊക്കെയാണ്? മൈസൂർ ഭരണാധികാരികളും ബ്രിട്ടീഷുകാരും. കൊച്ചി രാജാവ് ബ്രിട്ടീഷ് മേൽക്കോയ്മ അംഗീകരിച്ച് കപ്പം കൊടുക്കാൻ നിർബന്ധിതനായത് ഈ സന്ധിക്ക് ശേഷമാണ്. കൊച്ചി രാജാവ് ബ്രിട്ടീഷ് മേൽക്കോയ്മ അംഗീകരിച്ച് കപ്പം കൊടുക്കാൻ നിർബന്ധിതനായത് ഈ 1792 ശ്രീരംഗപട്ടണം സന്ധിക്ക് ശേഷമാണ്. തിരുവിതാംകൂർ ബ്രിട്ടീഷ് മേൽക്കോയ്മ അംഗീകരിക്കാൻ കാരണമായ ഉടമ്പടി 1795 ഉടമ്പടി. കുണ്ടറ വിളംബരം നടത്തിയത് വേലുത്തമ്പി ദളവ. കുണ്ടറ വിളംബരം വേലുത്തമ്പി ദളവ. കേരള സിംഹം എന്ന പേരിൽ അറിയപ്പെടുന്നത് പഴശ്ശിരാജ. കേരള സിംഹം പഴശ്ശിരാജ. കേരള സിംഹം പഴശ്ശിരാജ. പഴശ്ശിരാജ അറിയപ്പെടുന്ന മറ്റു പേരുകള് പൈച്ചി രാജ, കൊട്ടിയോട് രാജ. പൈച്ചി രാജ, കൊട്ടിയോട് രാജ. പഴശ്ശിരാജാവിന്റെ ജീവിതം ഇതിവൃത്തമാക്കിയിട്ട് സർദാർ KM പണിക്കർ രചിച്ച ചരിത്ര നോവലാണ് കേരള സിംഹം. കേരള സിംഹം. ബ്രിട്ടീഷ് ആധിപത്യത്തിനെതിരെ മലബാറിൽ നടന്ന ശക്തമായ ചെറുത്തുനിൽപ്പിന് നേതൃത്വം നൽകിയത് കേരളവർമ്മ പഴശ്ശിരാജയാണ്. ബ്രിട്ടീഷ് ആധിപത്യത്തിനെതിരെ മലബാറിൽ നടന്ന ശക്തമായ ചെറുത്തുനിൽപ്പിന് നേതൃത്വം നൽകിയത് കേരളവർമ്മ പഴശ്ശിരാജ. പഴശ്ശിരാജ മലബാറിലെ കോട്ടയം രാജകുടുംബത്തിലെ അംഗമായിരുന്നു. പഴശ്ശിരാജ മലബാറിലെ കോട്ടയം രാജകുടുംബത്തിലെ അംഗമായിരുന്നു. ബ്രിട്ടീഷുകാർക്കെതിരെ പോരാടാൻ പഴശ്ശിയെ സഹായിച്ച നേതാക്കളാണ് ചെമ്പൻ പോക്കർ, കൈതേരി അമ്പു നായർ, എടച്ചേന കുങ്കൻ നായർ, വയനാട്ടിലെ കുറിച്യ നേതാവായ തലക്കൽ ചന്തു. അപ്പൊ ബ്രിട്ടീഷുകാർക്കെതിരെ പോരാടാൻ പഴശ്ശിയെ സഹായിച്ച നേതാക്കളാണ് ചെമ്പൻ പോക്കർ, കൈതേരി അമ്പു നായർ, എടച്ചേന കുങ്കൻ നായർ, വയനാട്ടിലെ കുറിച്യ നേതാവായ തലക്കൽ ചന്തു. പോരാട്ടത്തിനിടയിൽ പഴശ്ശിരാജ വധിക്കപ്പെട്ടത് 1805 നവംബർ 30. 1805 നവംബർ 30 പഴശ്ശിരാജ വധിക്കപ്പെട്ടു. വേലുത്തമ്പി ദളവ കുണ്ടറ വിളംബരം നടത്തിയത് 1809 ജനുവരി 11. വേലുത്തമ്പി ദളവ കുണ്ടറ വിളംബരം നടത്തിയത് 1809 ജനുവരി 11. പിടിക്കപ്പെടുമെന്ന് ഉറപ്പായപ്പോൾ വേലുത്തമ്പി ദളവ ആത്മഹത്യ ചെയ്തത് എവിടെ വെച്ചാണ്? മണ്ണടിയിലെ ക്ഷേത്രത്തിൽ വെച്ച്. മണ്ണടിയിലെ ക്ഷേത്രത്തിൽ വെച്ച് വേലുത്തമ്പി ദളവ ആത്മഹത്യ ചെയ്തു. ബ്രിട്ടീഷുകാർ വേലുത്തമ്പി ദളവയുടെ ശരീരം കെട്ടിത്തൂക്കിയത് തിരുവനന്തപുരത്തെ കണ്ണമൂലയിൽ. ബ്രിട്ടീഷുകാർ വേലുത്തമ്പി ദളവയുടെ ശരീരം കെട്ടിത്തൂക്കി. ബ്രിട്ടീഷുകാർ പാലിയത്തച്ഛനെ നാട് കടത്തിയത് മദ്രാസിലേക്ക്. പാലിയത്തച്ഛനെ നാടുകടത്തി. കേരളത്തിലെ ആദ്യത്തെ റെയിൽവേ പാത 1861 ബേപ്പൂർ മുതൽ തിരൂർ വരെ. കേരളത്തിലെ ആദ്യത്തെ റെയിൽവേ പാത 1861 ബേപ്പൂർ മുതൽ തിരൂർ വരെ. മാപ്പിള കലാപങ്ങളെ കുറിച്ച് അന്വേഷിക്കാൻ നിയമിച്ച കമ്മീഷനാണ് ലോഗൻ കമ്മീഷൻ. മാപ്പിള കലാപങ്ങളെ കുറിച്ച് അന്വേഷിക്കാൻ നിയമിച്ച കമ്മീഷൻ ലോഗൻ കമ്മീഷൻ. മലബാർ കുടിയായ്മ നിയമം നടപ്പിലാക്കിയത് 1929. മലബാർ കുടിയായ്മ നിയമം 1929. തിരുവിതാംകൂറിലെ പണ്ടാരപ്പാട്ട വിളംബരം നടന്നത് 1865. തിരുവിതാംകൂറിലെ പണ്ടാരപ്പാട്ട വിളംബരം നടന്നത് 1865. തിരുവിതാംകൂറിലെ പണ്ടാരപ്പാട്ട വിളംബരം 1865. തിരുവിതാംകൂറിന് കുടിയാൻ ഭൂമിയുടെ മേൽ ഉടമാവകാശം ലഭിക്കാൻ കാരണമായ നിയമം 1896 പാസാക്കിയ ജന്മി കുടിയാൻ നിയമം. തിരുവിതാംകൂറില് കുടിയാന് ഭൂമിയുടെ ഉടമാവകാശം ലഭിക്കാൻ കാരണമായ നിയമം 1896 പാസാക്കിയ ജന്മി കുടിയാൻ നിയമം. തിരുവിതാംകൂറിലെ കുടിയാന് ഭൂമിയുടെ മേൽ ഉടമാവകാശം ലഭിക്കാൻ കാരണമായ നിയമം 1896 ജന്മി കുടിയാൻ നിയമം. 1896 ജന്മി കുടിയാൻ നിയമം. കൊച്ചിയിൽ കുടിയായ്മ നിയമം നിലവിൽ വന്നത് 1914. കൊച്ചിയിൽ കുടിയായ്മ നിയമം നിലവിൽ വന്നത് 1914. കനോലിയുടെ നേതൃത്വത്തിലാണ് നിലമ്പൂർ തേക്ക് തോട്ടം ആരംഭിച്ചത്. 1914 കൊച്ചി കുടിയായ്മ നിയമം നിലവിൽ വന്നത്. 1914 കൊച്ചി കുടിയായ്മ നിയമം നിലവിൽ വന്നത്. തിരുവിതാംകൂർ കുടിയായ്മ നിയമം നിലവിൽ വന്നത് 1896. 1865 തിരുവിതാംകൂറിൽ പണ്ടാരപ്പാട്ട വിളംബരം നടന്നത്. 1865 തിരുവിതാംകൂറിലെ പണ്ടാരപ്പാട്ട വിളംബരം. കനോലി പ്ലോട്ട് സ്ഥിതി ചെയ്യുന്നത് നിലമ്പൂർ. കനോലി പ്ലോട്ട് സ്ഥിതി ചെയ്യുന്നത് നിലമ്പൂരാണ്. കേരളത്തിൽ വെളിച്ചെണ്ണ വ്യവസായത്തിന്റെ കേന്ദ്രമായിരുന്നത് ആലപ്പുഴ. കേരളത്തിലെ വെളിച്ചെണ്ണ വ്യവസായത്തിന്റെ കേന്ദ്രം, വെളിച്ചെണ്ണ വ്യവസായം ആലപ്പുഴ.
കേരളത്തിൽ ആദ്യത്തെ കയർ ഫാക്ടറി സ്ഥാപിതമായത് 1859 ആലപ്പുഴയിലാണ്. കേരളത്തിലെ ആദ്യത്തെ കയർ ഫാക്ടറിയും എവിടെ തന്നെയാണ്? ആലപ്പുഴയിലാണ്. 1859 സ്ഥാപിതമായി. 1859 സ്ഥാപിതമായി. ആദ്യത്തെ കയർ ഫാക്ടറി 1859 സ്ഥാപിതമായി. കശുവണ്ടി ഫാക്ടറിയുടെ കേന്ദ്രമായി വളർന്നു വന്നത് കൊല്ലം. കശുവണ്ടി ഫാക്ടറിയുടെ കേന്ദ്രമായി വളർന്നു വന്നത് കൊല്ലം. ബീഡി വ്യവസായത്തിന്റെ കേന്ദ്രമായി വളർന്നു വന്നത് കണ്ണൂര്. ബീഡി വ്യവസായത്തിന്റെ കേന്ദ്രമായി വളർന്നു വന്നത് കണ്ണൂര്. ഓട്ട് കമ്പനികൾ സ്ഥാപിതമായത് ഫറൂഖ്, കൊല്ലം, ഒല്ലൂര്. ഓട്ട് കമ്പനികൾ സ്ഥാപിതമായത് ഫറൂഖ്, കൊല്ലം, ഒല്ലൂര്. തൃശ്ശൂരിലെ സ്ഥലമാണ് ഒല്ലൂര്. ഓട്ട് കമ്പനികൾ ഫറൂഖ്, കൊല്ലം, ഒല്ലൂര്. കൈത്തറി നിർമ്മാണശാലകൾ ആരംഭിച്ചത് കണ്ണൂരും കോഴിക്കോടും. കൈത്തറി നിർമ്മാണശാലകൾ ആരംഭിച്ചത് കണ്ണൂരും കോഴിക്കോടുമാണ്. ബ്രിട്ടീഷ് ഭരണകാലത്ത് സ്ഥാപിക്കപ്പെട്ട വ്യവസായശാലകൾ ഏതൊക്കെയാന്ന് നോക്കാം. പുനലൂർ പേപ്പർ മില്ല് സ്ഥാപിക്കപ്പെട്ടത് കൊല്ലം. പുനലൂർ പേപ്പർ മില്ല് സ്ഥാപിക്കപ്പെട്ടത് കൊല്ലത്താണ്. പുനലൂർ പേപ്പർ മില്ല് കൊല്ലം. കളമശ്ശേരിയിലെ ഫാക്ടറി എറണാകുളത്ത്. കളമശ്ശേരിയിലെ ഫാക്ടറി എറണാകുളത്ത്. കുണ്ടറ സെറാമിക്സ് കൊല്ലം. കുണ്ടറ സെറാമിക്സ് കൊല്ലം. കുണ്ടറ സെറാമിക്സ് കൊല്ലം. റബ്ബർ വർക്ക്സ് തിരുവനന്തപുരം. റബ്ബർ വർക്ക്സ് എവിടെയാണ്? തിരുവനന്തപുരം. റബ്ബർ വർക്ക്സ് തിരുവനന്തപുരം. ടാറ്റ ഓയിൽ മിൽസ് കൊച്ചി. ടാറ്റ ഓയിൽ മിൽസ് എവിടെയാണ്? കൊച്ചിയിലാണ്. ടാറ്റ ഓയിൽ മിൽസ് കൊച്ചി. അളഗപ്പ തുണിമില്ല് കൊച്ചി. അളഗപ്പ തുണിമില്ല് കൊച്ചി. അളഗപ്പ തുണിമില്ല് കൊച്ചി. കേരളത്തിൽ ആദ്യമായി രൂപം കൊണ്ട സ്വകാര്യ ബാങ്ക് നെടുങ്ങാടി ബാങ്ക്. കേരളത്തിൽ ആദ്യമായി രൂപം കൊണ്ട സ്വകാര്യ ബാങ്കാണ് നെടുങ്ങാടി ബാങ്ക്. മലയാളത്തിലെ ആദ്യത്തെ വ്യാകരണ ഗ്രന്ഥം തയ്യാറാക്കിയത് ഡോക്ടർ ആഞ്ചലോസ് ഫ്രാൻസിസ്. മലയാളത്തിലെ ആദ്യത്തെ വ്യാകരണ ഗ്രന്ഥം ഡോക്ടർ ആഞ്ചലോസ് ഫ്രാൻസിസ്. ആഞ്ചലോസ് ഫ്രാൻസിസ്. മലയാള ഭാഷയിൽ അച്ചടിച്ച ആദ്യത്തെ സമ്പൂർണ്ണ ഗ്രന്ഥം സംക്ഷേപ വേദാർത്ഥം. മലയാള ഭാഷയിൽ അച്ചടിച്ച ആദ്യത്തെ സമ്പൂർണ്ണ ഗ്രന്ഥം ഏതാണ്? സംക്ഷേപ വേദാർത്ഥം. സംക്ഷേപ വേദാർത്ഥം. മലയാള ഭാഷയിൽ അച്ചടിച്ച ആദ്യ നിഘണ്ടു രൂപപ്പെടുത്തിയത് അർണോസ് പാതിരിയാണ്. മലയാള ഭാഷയിൽ അച്ചടിച്ച ആദ്യത്തെ നിഘണ്ടു രൂപപ്പെടുത്തിയത് ആരാണ്? അർണോസ് പാതിരി. അപ്പൊ ആദ്യത്തെ വ്യാകരണ ഗ്രന്ഥം തയ്യാറാക്കിയത് ആഞ്ചലോസ് ഫ്രാൻസിസ്. വ്യാകരണം ആഞ്ചലോസ് ഫ്രാൻസിസ്. ആദ്യത്തെ നിഘണ്ടു അർണോസ് പാതിരി. നിഘണ്ടു അർണോസ് പാതിരി. അച്ചടിച്ച ആദ്യത്തെ സമ്പൂർണ്ണ ഗ്രന്ഥം, മലയാളത്തിൽ അച്ചടിച്ച ആദ്യത്തെ സമ്പൂർണ്ണ ഗ്രന്ഥം സംക്ഷേപ വേദാന്തം. സംക്ഷേപ വേദാർത്ഥം. ഇംഗ്ലീഷ് മലയാളം നിഘണ്ടു തയ്യാറാക്കിയത് ബെഞ്ചമിൻ ബെയ്ലി. ഇംഗ്ലീഷ് മലയാളം നിഘണ്ടു ബെയ്ലി. ഇംഗ്ലീഷ് മലയാളം നിഘണ്ടു ബെഞ്ചമിൻ ബെയ്ലി. മലയാളം ഇംഗ്ലീഷ് നിഘണ്ടു ഹെർമൻ ഗുണ്ടർട്ട്. ഇംഗ്ലീഷ് മലയാളം നിഘണ്ടു ബെയ്ലി. ഇംഗ്ലീഷ് മലയാളം നിഘണ്ടു ബെയ്ലി. ഇമ ബെയ്ലി. ഇമ ബെയ്ലി. ദെൻ മലയാളം ഇംഗ്ലീഷ് നിഘണ്ടു ഹെർമൻ ഗുണ്ടർട്ട്. മലയാളം ഇംഗ്ലീഷ് നിഘണ്ടു ഹെർമൻ ഗുണ്ടർട്ട്. മലയാളത്തിലെ ആദ്യത്തെ പത്രങ്ങളായ രാജ്യസമാചാരം, പശ്ചിമോദയം എന്നിവ തലശ്ശേരിയിൽ നിന്ന് പ്രസിദ്ധപ്പെടുത്തിയതും ആര് തന്നെയാണ്? ഹെർമൻ ഗുണ്ടർട്ട് തന്നെയാണ്. മലയാളത്തിലെ ആദ്യത്തെ പത്രങ്ങളാണ് രാജ്യസമാചാരവും പശ്ചിമോദയം. ഇത് തലശ്ശേരിയിൽ നിന്നാണ് പ്രസിദ്ധപ്പെടുത്തിയത്. ആരാണ്? ഹെർമൻ ഗുണ്ടർട്ടാണ്. ഹെർമൻ ഗുണ്ടർട്ട്. ഇനി ആ കാലഘട്ടത്തിൽ ഉണ്ടായിരുന്ന മിഷനറി സംഘങ്ങൾ ലണ്ടൻ മിഷൻ സൊസൈറ്റി അഥവാ LMS തിരുവിതാംകൂറിലാണ് പ്രവർത്തന മേഖലയായിട്ടുണ്ടായിരുന്നത്. ഇതിന്റെ പ്രവർത്തന മേഖല തിരുവിതാംകൂറിലാണ്. ലണ്ടൻ മിഷൻ സൊസൈറ്റി അഥവാ LMS ഇതിന്റെ പ്രവർത്തന മേഖല തിരുവിതാംകൂർ. ചർച്ച് മിഷൻ സൊസൈറ്റി CMS ഇതിന്റെ പ്രവർത്തന മേഖല കൊച്ചി, തിരുവിതാംകൂർ എന്നീ പ്രദേശങ്ങളാണ്. ബാസൽ ഇവാഞ്ചലിക്കൽ മിഷൻ BM ഇതിന്റെ പ്രവർത്തന മേഖല എവിടെയാണ്? മലബാറിലാണ്. മലബാറിലാണ്. മിഷണറി സംഘങ്ങളിൽ പ്രധാനപ്പെട്ടതാണ് LMS, CMS, BM. LMSന്റെ പ്രവർത്തന മേഖല, അതായത് ലണ്ടൻ മിഷൻ സൊസൈറ്റിയുടെ പ്രവർത്തന മേഖല തിരുവിതാംകൂർ. ചർച്ച് മിഷൻ സൊസൈറ്റിയുടെ പ്രവർത്തന മേഖല കൊച്ചി, തിരുവിതാംകൂർ. ബാസൽ ഇവാഞ്ചലിക്കൽ മിഷന്റെ പ്രവർത്തന മേഖല മലബാർ. 1817 പ്രൈമറി വിദ്യാഭ്യാസം സൗജന്യമാക്കിക്കൊണ്ട് വിളംബരം പുറപ്പെടുവിച്ചത് റാണി ഗൗരി പാർവതിബായ്. 1817 പ്രൈമറി വിദ്യാഭ്യാസം സൗജന്യമായിക്കൊണ്ട് വിളംബരം പുറപ്പെടുവിച്ചത് ആരാണ്? റാണി ഗൗരി പാർവതിബായ്. വസൂരി തടയാനുള്ള കുത്തിവെപ്പ് ആദ്യമായി നടത്തിയത് മലബാറിലാണ്. വസൂരി തടയാനുള്ള കുത്തിവെപ്പ് ആദ്യമായിട്ട് മലബാറിലാണ് വന്നത്. തറവാട്ടിലെ എല്ലാ അംഗങ്ങൾക്കും സ്വത്തിനുമേൽ അവകാശം ലഭിക്കാൻ കാരണമായത് മക്കത്തായ സമ്പ്രദായം. മക്കത്തായ സമ്പ്രദായം വന്നതോടുകൂടിയാണ് തറവാട്ടിലെ എല്ലാ അംഗങ്ങൾക്കും സ്വത്തവകാശം ലഭിക്കാൻ കാരണമായത്.
മലബാറിൽ ഞാൻ കണ്ടതിനേക്കാൾ കവിഞ്ഞ ഒരു വിഡ്ഢിത്തം ഇതിനു മുമ്പ് എവിടെയും കണ്ടിട്ടില്ല. സവർണം നടക്കുന്ന വഴിയിൽ കൂടി അവർണ്ണന് നടന്നുകൂടാ. ഈ മലബാറുകാരെല്ലാം ഭ്രാന്തന്മാരാണ്, അവരുടെ വീടുകൾ അത്രയും ഭ്രാന്താലയങ്ങൾ എന്ന് പറഞ്ഞത് സ്വാമി വിവേകാനന്ദനാണ്. മലബാറിൽ ഞാൻ കണ്ടതിനേക്കാൾ കവിഞ്ഞ വിഡ്ഢിത്തം ഇതിനു മുമ്പ് എവിടെയും കണ്ടിട്ടില്ല. സവർണം നടക്കുന്ന വഴികളിലൂടെ അവർണർക്ക് നടക്കാൻ കഴിയില്ല. ഈ മലബാറുകാരെല്ലാം ഭ്രാന്തന്മാരാണ്, അവരുടെ വീടുകൾ അത്രയും ഭ്രാന്താലയങ്ങളാണ് എന്ന് പറഞ്ഞത് സ്വാമി വിവേകാനന്ദനാണ്. ഇനി സാമൂഹിക പരിഷ്കരണ പ്രസ്ഥാനങ്ങളും അതിന്റെ പ്രവർത്തനങ്ങളും നോക്കാം നമുക്ക്. സമത്വ സമാജം സ്ഥാപിച്ചത് വൈകുണ്ഠ സ്വാമികളാണ്. സമത്വ സമാജം വൈകുണ്ഠ സ്വാമികൾ സ്ഥാപിച്ചു. ചട്ടമ്പി സ്വാമികള് കൂട്ടുകുടുംബ വ്യവസ്ഥ, സംബന്ധം, മരുമക്കത്തായം എന്നിവയ്ക്കെതിരെ പോരാടി. ചട്ടമ്പി സ്വാമികള് കൂട്ടുകുടുംബ വ്യവസ്ഥ, സംബന്ധം, മരുമക്കത്തായം എന്നിവയ്ക്കെതിരെ പോരാടി. ശ്രീനാരായണ ഗുരു ശ്രീനാരായണ ധർമ്മ പരിപാലന സംഘം രൂപീകരിച്ചു. ശ്രീനാരായണ ധർമ്മ പരിപാലന സംഘം രൂപീകരിച്ചത് ശ്രീനാരായണ ഗുരുവാണ്. കുര്യാക്കോസ് ഏലിയാസ് ചാവറ അനാഥാലയങ്ങളും വിദ്യാലയങ്ങളും സ്ഥാപിച്ചു. കുര്യാക്കോസ് ഏലിയാസ് ചാവറ അനാഥാലയങ്ങളും വിദ്യാലയങ്ങളും സ്ഥാപിച്ചു. അയ്യങ്കാളി സാധുജന പരിപാലന സംഘം രൂപീകരിച്ചു. അയ്യങ്കാളി സാധുജന പരിപാലന സംഘം രൂപീകരിച്ചു. വാഗ്ബടാനന്ദൻ ആത്മവിദ്യാസംഘം വാഗ്ബടാനന്ദൻ ആത്മവിദ്യാസംഘം. വക്കം അബ്ദുൽ ഖാദർ മൗലവി തിരുവിതാംകൂർ മുസ്ലിം മഹാജനസഭ. വക്കം അബ്ദുൽ ഖാദർ മൗലവി തിരുവിതാംകൂർ മുസ്ലിം മഹാജനസഭ. തിരുവിതാംകൂർ മുസ്ലിം മഹാജനസഭ. സഹോദരൻ അയ്യപ്പൻ സഹോദരൻ പ്രസ്ഥാനം. സഹോദരൻ അയ്യപ്പൻ സഹോദര പ്രസ്ഥാനം. പണ്ഡിറ്റ് കെ പി കറുപ്പൻ അരയ സമാജം. പണ്ഡിറ്റ് കെ പി കറുപ്പൻ അരയ സമാജം. മന്നത്ത് പത്മനാഭൻ നായർ സർവീസ് സൊസൈറ്റി. മന്നത്ത് പത്മനാഭൻ നായർ സർവീസ് സൊസൈറ്റി. വി ഡി ഭട്ടതിരിപ്പാട് യോഗക്ഷേമ സഭ. വി ഡി ഭട്ടതിരിപ്പാട് യോഗക്ഷേമ സഭ. കുമാരഗുരുദേവൻ പ്രത്യക്ഷ രക്ഷാ ദൈവസഭ. കുമാരഗുരുദേവൻ പ്രത്യക്ഷ രക്ഷാ ദൈവസഭ. മാറുമറയ്ക്കാനുള്ള അവകാശത്തിനായി തെക്കൻ തിരുവിതാംകൂറിൽ നടന്ന ലഹളയെ ചാന്നാർ ലഹള എന്ന പേരിൽ അറിയപ്പെടുന്നു. മാറുമറയ്ക്കാനുള്ള അവകാശത്തിന് വേണ്ടി തെക്കൻ തിരുവിതാംകൂറിൽ നടന്ന ലഹളയാണ് ചാന്നാർ ലഹള. 1859 ജാക്കറ്റും മേൽമുണ്ടും ധരിക്കാനുള്ള അവകാശം ചാന്നാർ സ്ത്രീകൾക്കും അനുവദിച്ചുകൊണ്ടുള്ള വിളംബരം പുറപ്പെടുവിച്ചത് ഉത്രൻ തിരുനാൾ മഹാരാജാവാണ്. ഉത്രൻ തിരുനാൾ മഹാരാജാവാണ് 1859 ഈ അവകാശം അനുവദിച്ചു കൊടുത്ത മഹാരാജാവ്. ശ്രീനാരായണ ഗുരു അരുവിപ്പുറത്ത് ശിവപ്രതിഷ്ഠ നടത്തിയത് 1888 ശ്രീനാരായണ ഗുരു അരുവിപ്പുറത്ത് ശിവപ്രതിഷ്ഠ നടത്തിയത് 1888 ജാതിഭേദം മതദ്വേഷം ഏതുമില്ലാതെ സർവരും സോദരദ്വേന വാഴുന്ന മാതൃകാസ്ഥാനമാണിത് എന്ന് ശ്രീനാരായണ ഗുരു രേഖപ്പെടുത്തിയത് അരുവിപ്പുറം ക്ഷേത്രത്തിന് മുന്നിലാണ്. ജാതിഭേദം മതദ്വേഷം ഏതുമില്ലാതെ സർവരും സോദരദ്വേന വാഴുന്ന മാതൃകാസ്ഥാനമാണിത് എന്ന് ശ്രീനാരായണ ഗുരു രേഖപ്പെടുത്തിയത് അരുവിപ്പുറം ക്ഷേത്രത്തിന് മുമ്പിലാണ്. വിദ്യ കൊണ്ട് പ്രബുദ്ധരാവുക, സംഘടന കൊണ്ട് ശക്തരാവുക എന്ന് പറഞ്ഞത് ശ്രീനാരായണ ഗുരു. വിദ്യ കൊണ്ട് പ്രബുദ്ധരാവുക, സംഘടന കൊണ്ട് ശക്തരാവുക. വാദിക്കാനും ജയിക്കാനുമല്ല, അറിയാനും അറിയിക്കാനുമാണ് എന്ന പ്രഖ്യാപനത്തോടെ ശ്രീനാരായണ ഗുരു സർവമത സമ്മേളനം വിളിച്ചു ചേർത്തത് എവിടെയാണ്? ആലുവയിലാണ്. വാദിക്കാനും ജയിക്കാനുമല്ല, അറിയാനും അറിയിക്കാനുമാണ് എന്ന പ്രഖ്യാപനത്തോടെ ശ്രീനാരായണ ഗുരു സർവമത സമ്മേളനം വിളിച്ചു ചേർത്തത് ആലുവയിലാണ്. ആഴമേറും നിൻ മഹസ്സാമാഴിയിൽ ഞങ്ങളാകവേ ആഴണം വാഴണം നിത്യവാഴണം, നിത്യം വാഴണം വാഴണം സുഖം. ആഴമേറും നിൻ മഹസ്സാമാഴിയിൽ ഞങ്ങളാകവേ ആഴണം വാഴണം നിത്യം വാഴണം വാഴണം സുഖം. ഇത് ദൈവദശകത്തിലെ വരികളാണ്. ശ്രീനാരായണ ഗുരുവിന്റെ കൃതിയാണ് ദൈവദശകം. അവൻ ഇവനെന്നറിയുന്നതൊക്കെയോർത്ത ലവനിയിലാദ്യമായ ഒരാത്മരൂപം അവനവൻ ആത്മസുഖത്തിനാചരിക്കുന്നവ അപരന് സുഖത്തിനായി വരേണം എന്ന് പറഞ്ഞത് ശ്രീനാരായണ ഗുരുവിന്റെ ആത്മോപദേശ ശതകത്തിലാണ്. സഞ്ചാര സ്വാതന്ത്ര്യത്തിനായിട്ട് കേരളത്തിൽ നടന്ന പ്രക്ഷോഭങ്ങളിൽ പ്രധാനപ്പെട്ടത് വൈക്കം സത്യാഗ്രഹമാണ്. സഞ്ചാര സ്വാതന്ത്ര്യത്തിന് വേണ്ടി കേരളത്തിൽ നടന്ന പ്രക്ഷോഭങ്ങളിൽ പ്രധാനപ്പെട്ടത് ഏതാണ്? വൈക്കം സത്യാഗ്രഹം. വൈക്കം സത്യാഗ്രഹത്തിന് നേതൃത്വം നൽകിയത് ടി കെ മാധവൻ. വൈക്കം സത്യാഗ്രഹത്തിന് നേതൃത്വം നൽകിയത് ആരാണ്? ടി കെ മാധവൻ. വൈക്കം സത്യാഗ്രഹത്തോട് അനുഭാവം പ്രകടിപ്പിച്ച് സവർണജാഥ നടത്തിയത് മന്നത്ത് പത്മനാഭനാണ്. വൈക്കം സത്യാഗ്രഹത്തോട് അനുഭാവം പ്രകടിപ്പിച്ച് സവർണജാഥ നടത്തിയത് മന്നത്ത് പത്മനാഭനാണ്.
ഗുരുവായൂർ സത്യാഗ്രഹത്തിന് നേതൃത്വം നൽകിയത് കെ കേളപ്പൻ. ഗുരുവായൂർ സത്യാഗ്രഹത്തിന് നേതൃത്വം നൽകിയത് കെ കേളപ്പൻ. ഗുരുവായൂർ സത്യാഗ്രഹം നടന്നത് 1931. ഗുരുവായൂർ സത്യാഗ്രഹം 1931. ഗുരുവായൂർ സത്യാഗ്രഹം 1931. ഗുരുവായൂർ സത്യാഗ്രഹത്തിന്റെ വളണ്ടിയർ ക്യാപ്റ്റൻ AK ഗോപാലൻ. ഗുരുവായൂർ സത്യാഗ്രഹത്തിന്റെ വളണ്ടിയർ ക്യാപ്റ്റൻ ആരാണ്? AK ഗോപാലൻ. AK ഗോപാലൻ. ഗുരുവായൂർ സത്യാഗ്രഹത്തിൽ മർദ്ദനമേറ്റ നേതാവ് P കൃഷ്ണപിള്ള. ഗുരുവായൂർ സത്യാഗ്രഹത്തിൽ ക്രൂരമായിട്ട് മർദ്ദനമേറ്റ നേതാവാണ് P കൃഷ്ണപിള്ള. ഇതിന്റെ വളണ്ടിയർ ക്യാപ്റ്റൻ AK ഗോപാലൻ. തിരുവിതാംകൂർ ക്ഷേത്രപ്രവേശന വിളംബരം നടന്നത് 1936 നവംബർ 12. തിരുവിതാംകൂർ ക്ഷേത്രപ്രവേശന വിളംബരം 1936 നവംബർ 12. തിരുവിതാംകൂർ ക്ഷേത്രപ്രവേശന വിളംബരം 1936 നവംബർ 12. 1936 നവംബർ 12. മലബാർ ജില്ലാ കോൺഗ്രസിന്റെ പ്രഥമ സമ്മേളനം നടന്നത് 1916 പാലക്കാട്. മലബാർ ജില്ലാ കോൺഗ്രസിന്റെ പ്രഥമ സമ്മേളനം 1916 പാലക്കാട്. മലബാർ ജില്ലാ കോൺഗ്രസിന്റെ ആദ്യത്തെ സമ്മേളനം എവിടെയാണ്? 1916 പാലക്കാട്. മലബാർ ജില്ലാ കോൺഗ്രസിന്റെ പ്രഥമ സമ്മേളനത്തിൽ അധ്യക്ഷ ആനി ബസന്റ് ആയിരുന്നു. മലബാർ ജില്ലാ കോൺഗ്രസിന്റെ പ്രഥമ സമ്മേളനത്തിലെ അധ്യക്ഷ ആനി ബസന്റ്. അവസാനത്തെ മലബാർ രാഷ്ട്രീയ സമ്മേളനം നടന്നത് 1920 മഞ്ചേരിയിലാണ്. അവസാനത്തെ മലബാർ രാഷ്ട്രീയ സമ്മേളനം 1920 മഞ്ചേരിയിൽ. ഗാന്ധിജിയും ഷൗക്കത്ത് അലിയും കോഴിക്കോടെത്തി ഖിലാഫത്ത് പ്രസ്ഥാനത്തിന് പിന്തുണ പ്രഖ്യാപിച്ച വർഷം 1920. ഗാന്ധിജിയും ഷൗക്കത്ത് അലിയും കോഴിക്കോടെത്തി ഖിലാഫത്ത് പ്രസ്ഥാനത്തിന് പിന്തുണ പ്രഖ്യാപിച്ച വർഷം 1920. ഗാന്ധിജിയും ഷൗക്കത്ത് അലിയും കോഴിക്കോടെത്തി ഖിലാഫത്ത് പ്രസ്ഥാനത്തിന് പിന്തുണ പ്രഖ്യാപിച്ച വർഷം 1920. മലബാറിലെ ഖിലാഫത്ത് കമ്മിറ്റി പ്രസിഡന്റ് കട്ടിലശ്ശേരി മുഹമ്മദ് മൗലവി. മലബാറിലെ ഖിലാഫത്ത് കമ്മിറ്റി പ്രസിഡന്റ് ആരാണ്? കട്ടിലശ്ശേരി മുഹമ്മദ് മൗലവി. കട്ടിലശ്ശേരി മുഹമ്മദ് മൗലവി. കട്ടിലശ്ശേരി മുഹമ്മദ് മൗലവി. മലബാറിലെ ഖിലാഫത്ത് കമ്മിറ്റി സെക്രട്ടറി മലബാറിലെ ഖിലാഫത്ത് കമ്മിറ്റി സെക്രട്ടറി ആരാണ്? മുഹമ്മദ് അബ്ദുറഹിമാൻ സാഹിബ്. മലബാറിലെ ഖിലാഫത്ത് കമ്മിറ്റി സെക്രട്ടറി മുഹമ്മദ് അബ്ദുറഹിമാൻ സാഹിബ്. ഏറനാട്, വള്ളുവനാട്, പൊന്നാനി താലൂക്കുകളിലായി മലബാറിലെ കർഷകരായ മാപ്പിളമാർ ശക്തമായ പോരാട്ടങ്ങൾക്ക് നേതൃത്വം നൽകിയ സമരങ്ങൾ അറിയപ്പെടുന്നത് മലബാർ കലാപം. ഏറനാട്, വള്ളുവനാട്, പൊന്നാനി താലൂക്കുകളിലായിട്ട് മലബാറിലെ കർഷകരായ മാപ്പിളമാർ ശക്തമായ പോരാട്ടങ്ങൾക്ക് നേതൃത്വം നൽകിയ സമരങ്ങൾ മലബാർ കലാപം. മലബാർ കലാപം നടന്ന വർഷം 1921. നിയമലംഘന പ്രസ്ഥാനത്തിന് പയ്യന്നൂരിൽ നേതൃത്വം നൽകിയത് കെ കേളപ്പൻ. നിയമലംഘന പ്രസ്ഥാനത്തിന് പയ്യന്നൂരിൽ നേതൃത്വം നൽകിയത് കെ കേളപ്പൻ. നിയമലംഘന പ്രസ്ഥാനത്തിന് കോഴിക്കോട് നേതൃത്വം നൽകിയത് മുഹമ്മദ് അബ്ദുറഹിമാൻ. കോൺഗ്രസ് സോഷ്യലിസ്റ്റ് പാർട്ടി കമ്മ്യൂണിസ്റ്റ് പാർട്ടിയായി മാറിയ വർഷം 1939. ഗാന്ധിജി നിയമലംഘന പ്രസ്ഥാനം പിൻവലിച്ചതിൽ പ്രതിഷേധിച്ച് കേരളത്തിലെ കോൺഗ്രസ് പ്രവർത്തകരിൽ ഒരു വിഭാഗം സോഷ്യലിസ്റ്റ് പാർട്ടിക്കാരായി മാറിയത് 1934. കേരളത്തിലെ പ്രമുഖ കമ്മ്യൂണിസ്റ്റ് നേതാക്കൾ ആരൊക്കെയായിരുന്നു? EMS, AK ഗോപാലൻ, P കൃഷ്ണപിള്ള. EMS, AK ഗോപാലൻ, P കൃഷ്ണപിള്ള. ഫറോക്ക് പാലം തകർക്കാൻ ഗൂഢാലോചന നടന്നു എന്നാരോപിച്ച് 27 പേരെ പ്രതി ചേർത്ത് കേസ് ഫയൽ ചെയ്ത സംഭവത്തെ കിഴരിയൂർ ബോംബ് കേസ് എന്ന് പറയുന്നു. ഫറോക്ക് പാലം തകർക്കാൻ ഗൂഢാലോചന നടന്നു എന്നാരോപിച്ച് 27 പേരെ പ്രതി ചേർത്ത് കേസ് ഫയൽ ചെയ്ത സംഭവത്തെ കിഴരിയൂർ ബോംബ് കേസ് എന്ന് പറയുന്നു. കിഴരിയൂർ ബോംബ് കേസ്. KB മേനോൻ, കുഞ്ഞിരാമക്കിടാവ് എന്നിവര് ഏതു കേസുമായി ബന്ധപ്പെട്ടിരിക്കുന്നു? കിഴരിയൂർ ബോംബ് കേസ്. KB മേനോൻ, കുഞ്ഞിരാമക്കിടാവ് എന്നിവര് കിഴരിയൂർ ബോംബ് കേസുമായിട്ട് ബന്ധപ്പെട്ടിരിക്കുന്നു. ഫറോക്ക് പാലം തകർക്കാൻ ഗൂഢാലോചന നടന്നു എന്ന് ആരോപിച്ചുകൊണ്ട് 27 പേരെ പ്രതി ചേർത്ത് കേസ് ഫയൽ ചെയ്ത സംഭവമാണ് കിഴരിയൂർ ബോംബ് കേസ്. എന്താണ് കിഴരിയൂർ ബോംബ് കേസ്? കിഴരിയൂർ കോഴിക്കോട് ജില്ലയിലാണ്. 1921 മലബാർ കലാപത്തിന്റെ ഭാഗമായി നടന്ന പ്രധാന സംഭവമാണ് പൂക്കോട്ടൂർ യുദ്ധം. 1921 മലബാർ കലാപത്തിന്റെ ഭാഗമായി നടന്ന പ്രധാനപ്പെട്ട സംഭവമാണ് ഇത് പൂക്കോട്ടൂർ യുദ്ധം. എന്താണ് പൂക്കോട്ടൂർ യുദ്ധം? പൂക്കോട്ടൂർ യുദ്ധത്തിന് കാരണം പൂക്കോട്ടൂരിലെ ഖിലാഫത്ത് കമ്മിറ്റി സെക്രട്ടറിയായ വടക്കേ വീട്ടിൽ മുഹമ്മദിനെ മോഷണ കുറ്റം ചുമത്തി പോലീസ് അറസ്റ്റ് ചെയ്യാൻ ശ്രമിച്ചു. പൂക്കോട്ടൂരിലെ ഖിലാഫത്ത് കമ്മിറ്റി സെക്രട്ടറിയായ വടക്കേ വീട്ടിൽ മുഹമ്മദിനെ മോഷണ കുറ്റം ചുമത്തി പോലീസ് അറസ്റ്റ് ചെയ്യാൻ ശ്രമിച്ചു. പൂക്കോട്ടൂരിലെ ഖിലാഫത്ത് കമ്മിറ്റി സെക്രട്ടറിയായ വടക്കേ വീട്ടിൽ മുഹമ്മദിനെ
മോഷണ കുറ്റം ചുമത്തി പോലീസ് അറസ്റ്റ് ചെയ്യാൻ ശ്രമിച്ചു. ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ അധ്യക്ഷ പദവിയിലിരുന്ന ഒരേയൊരു മലയാളി ചേറ്റൂർ ശങ്കരൻ നായർ. ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ അധ്യക്ഷ പദവിയിലിരുന്ന ഒരേയൊരു മലയാളി ചേറ്റൂർ ശങ്കരൻ നായർ. ചേറ്റൂർ ശങ്കരൻ നായർ INC പ്രസിഡന്റായത് 1897 അമരാവതി സമ്മേളനത്തിലാണ്. ചേറ്റൂർ ശങ്കരൻ നായർ INC പ്രസിഡന്റായത് 1897 അമരാവതി സമ്മേളനത്തിൽ. 1897 അമരാവതി സമ്മേളനത്തിലാണ് C ശങ്കരൻ നായർ INC പ്രസിഡന്റായത്. ഇപ്പോൾ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ അധ്യക്ഷ പദവിയിലിരുന്ന ഒരേയൊരു മലയാളിയാണ് C ശങ്കരൻ നായർ, ചേറ്റൂർ ശങ്കരൻ നായർ. അദ്ദേഹം 1897 അമരാവതി സമ്മേളനത്തിലാണ് INCയുടെ പ്രസിഡന്റായത്. ജാലിയൻവാലാബാഗ് കൂട്ടക്കൊലയോടനുബന്ധിച്ച് വൈസ്രോയുടെ എക്സിക്യൂട്ടീവ് കൗൺസിൽ അംഗത്വം അദ്ദേഹം രാജിവെച്ചു. ഗാന്ധിജിയും അരാജകത്വവും എന്ന ഗ്രന്ഥം രചിച്ചത് C ശങ്കരൻ നായർ. ഗാന്ധിജിയും അരാജകത്വവും എന്ന ഗ്രന്ഥം C ശങ്കരൻ നായർ. മലബാർ കലാപത്തെ അടിച്ചമർത്തിയ ജില്ലാ പോലീസ് മേധാവി ഹിച്ച്കോക്ക്. മലബാർ കലാപത്തെ അടിച്ചമർത്തിയ ജില്ലാ പോലീസ് മേധാവിയാണ് ഹിച്ച്കോക്ക്. സർക്കാർ ജോലികളിൽ തിരുവിതാംകൂറുകാർക്ക് മതിയായ പ്രാതിനിധ്യം ആവശ്യപ്പെട്ട് ബാരിസ്റ്റർ GP പിള്ളയുടെ നേതൃത്വത്തിൽ 10,000-ലധികം പേർ ഒപ്പിട്ട മെമ്മോറാണ്ടമാണ് മലയാളി മെമ്മോറിയൽ. സർക്കാർ ജോലികളിൽ തിരുവിതാംകൂറുകാർക്ക് മതിയായ പ്രാതിനിധ്യം ആവശ്യപ്പെട്ട് ബാരിസ്റ്റർ GP പിള്ളയുടെ നേതൃത്വത്തിൽ 10,000-ലധികം പേർ ഒപ്പിട്ട മെമ്മോറാണ്ടം മലയാളി മെമ്മോറിയൽ. സർക്കാർ ജോലികളിൽ തിരുവിതാംകൂറുകാർക്ക് മതിയായ പ്രാതിനിധ്യം ആവശ്യപ്പെട്ട് ബാരിസ്റ്റർ GP പിള്ളയുടെ നേതൃത്വത്തിൽ 10,000-ലധികം പേർ ഒപ്പിട്ട മെമ്മോറാണ്ടമാണ് മലയാളി മെമ്മോറിയൽ. മലയാളി മെമ്മോറിയൽ സമർപ്പിച്ച വർഷം 1891. മലയാളി മെമ്മോറിയൽ സമർപ്പിച്ച വർഷം 1891. 1896 ഡോക്ടർ പൽപു ഈഴവർ അനുഭവിക്കുന്ന പ്രയാസങ്ങൾ ചൂണ്ടിക്കാണിച്ച് ഈഴവ മെമ്മോറിയൽ സമർപ്പിച്ചു. 1896 ഡോക്ടർ പൽപു ഈഴവർ അനുഭവിക്കുന്ന പ്രയാസങ്ങൾ ചൂണ്ടിക്കാണിച്ച് ഈഴവ മെമ്മോറിയൽ സമർപ്പിച്ചു. തിരുവിതാംകൂർ ദിവാനെ വിമർശിച്ചതിന്റെ പേരിൽ നാട് കടത്തിയ സ്വദേശാഭിമാനി പത്രത്തിന്റെ പത്രാധിപനാണ് സ്വദേശാഭിമാനി രാമകൃഷ്ണപിള്ള. തിരുവിതാംകൂർ ദിവാനെ വിമർശിച്ചതിന്റെ പേരിൽ നാട് കടത്തപ്പെട്ട ആളാണ് സ്വദേശാഭിമാനി രാമകൃഷ്ണപിള്ള. സർക്കാർ ഉദ്യോഗങ്ങളിലും നിയമസഭകളിലും ജനസംഖ്യാനുപാതികമായി സംവരണം വേണമെന്ന് ആവശ്യപ്പെട്ട് ക്രിസ്ത്യൻ, മുസ്ലിം, ഈഴവ സമുദായക്കാർ 1932 നടത്തിയ പ്രക്ഷോഭമാണ് നിവർത്തന പ്രക്ഷോഭം. സർക്കാർ ഉദ്യോഗങ്ങളിലും നിയമസഭകളിലും ജനസംഖ്യാനുപാതികമായിട്ട് സംവരണം വേണമെന്ന് ആവശ്യപ്പെട്ട് ക്രിസ്ത്യൻ, മുസ്ലിം, ഈഴവ സമുദായക്കാർ 1932 നടത്തിയ പ്രക്ഷോഭമാണ് നിവർത്തന പ്രക്ഷോഭം. നിവർത്തന പ്രക്ഷോഭത്തിന് നേതൃത്വം നൽകിയത് NV ജോസഫ്, PK കുഞ്ഞ്, C കേശവൻ. NV ജോസഫ്, PK കുഞ്ഞ്, C കേശവൻ. നിവർത്തന പ്രക്ഷോഭം 1932 നേതൃത്വം നൽകിയത് NV ജോസഫ്, PK കുഞ്ഞ്, C കേശവൻ. തിരുവിതാംകൂർ സ്റ്റേറ്റ് കോൺഗ്രസ് രൂപീകൃതമായത് 1938. തിരുവിതാംകൂർ സ്റ്റേറ്റ് കോൺഗ്രസ് രൂപീകൃതമായത് 1938. തിരുവിതാംകൂർ സ്റ്റേറ്റ് കോൺഗ്രസിന്റെ ആദ്യ പ്രസിഡന്റ് പട്ടം താണുപിള്ള. തിരുവിതാംകൂർ സ്റ്റേറ്റ് കോൺഗ്രസിന്റെ ആദ്യത്തെ പ്രസിഡന്റ് ആരാണ്? പട്ടം താണുപിള്ള. ദിവാൻ CP രാമസ്വാമി അയ്യരുടെ ഭരണപരിഷ്കാരങ്ങൾക്കെതിരെ 1946 നടന്ന സമരമാണ് പുന്നപ്ര വയലാർ സമരം. ദിവാൻ CP രാമസ്വാമി അയ്യരുടെ ഭരണപരിഷ്കാരങ്ങൾക്കെതിരെ 1946 നടന്ന സമരമാണ് പുന്നപ്ര വയലാർ സമരം. പുന്നപ്ര വയലാർ സമരം. തിരുവിതാംകൂർ പൗരസ്വാതന്ത്ര്യം കൈവരിക്കാനുള്ള സമരം തുടങ്ങിയിട്ട് കാലം കുറേയായി. പുന്നപ്രയിലും വയലാറിലും തൊഴിലാളികൾ നടത്തിയ സമരം പൗരസ്വാതന്ത്ര്യത്തിനും ജനകീയ ഭരണത്തിനും വേണ്ടിയുള്ളതായിരുന്നു. 1938 കടയ്ക്കലിലും പാങ്ങോട്ടും ആലപ്പുഴയിലും കൊല്ലത്തും നടന്ന സമരങ്ങൾ സ്വാതന്ത്ര്യ സമരത്തെ സഹായിച്ചതുപോലെ പുന്നപ്രയിലെയും വയലാറിലെയും കൂട്ടക്കൊലകളും സ്വാതന്ത്ര്യത്തിന്റെ വേഗം കൂട്ടുകയാണ് ചെയ്തത്. ഇങ്ങനെ പറഞ്ഞത് C കേശവനാണ്. അപ്പോൾ C കേശവന്റെ വാക്കുകളാണ്. തിരുവിതാംകൂർ പൗരസ്വാതന്ത്ര്യം കൈവരിക്കാനുള്ള സമരം തുടങ്ങിയിട്ട് കുറേ കാലമായി. പുന്നപ്രയിലും വയലാറിലും തൊഴിലാളികൾ നടത്തിയ സമരം പൗരസ്വാതന്ത്ര്യത്തിനും ജനകീയ ഭരണത്തിനും വേണ്ടിയുള്ളതായിരുന്നു. 1938 കടയ്ക്കലിലും പാങ്ങോട്ടും ആലപ്പുഴയിലും കൊല്ലത്തും നടന്ന സമരങ്ങൾ സ്വാതന്ത്ര്യ സമരത്തെ സഹായിച്ചതുപോലെ പുന്നപ്രയിലെയും വയലാറിലെയും കൂട്ടക്കൊലകളും സ്വാതന്ത്ര്യത്തിന്റെ വേഗം കൂട്ടുകയാണ് ചെയ്തത്. ഇങ്ങനെ പറഞ്ഞതാരാണ്? C കേശവൻ.
ദിവാനായ ഷൺമുഖൻ ചെട്ടി വൈദ്യുതി വിതരണം സ്വകാര്യ കമ്പനിയെ ഏൽപ്പിച്ചതിനെതിരെ നടന്ന സമരം ഇലക്ട്രിസിറ്റി സമരം 1936. ദിവാനായ ഷൺമുഖൻ ചെട്ടി വൈദ്യുതി വിതരണം സ്വകാര്യ കമ്പനിയെ ഏൽപ്പിച്ചതിനെതിരെ സമരം നടന്നു. ഇതാണ് ഇലക്ട്രിസിറ്റി സമരം 1938. കൊച്ചി പ്രജാമണ്ഡലം രൂപീകൃതമായത് 1941. കൊച്ചി പ്രജാമണ്ഡലം 1941. കൊച്ചി പ്രജാമണ്ഡലം 1941. കൊച്ചി രാജ്യ പ്രജാമണ്ഡലത്തിന്റെ രൂപീകരണത്തിന് നേതൃത്വം നൽകിയത് എസ് നീലകണ്ഠ അയ്യർ, വി ആർ കൃഷ്ണൻ എഴുത്തച്ഛൻ. കൊച്ചി രാജ്യ പ്രജാമണ്ഡലത്തിന്റെ രൂപീകരണത്തിന് നേതൃത്വം നൽകിയത് ആരൊക്കെയാണ്? എസ് നീലകണ്ഠ അയ്യരും വി ആർ കൃഷ്ണൻ എഴുത്തച്ഛനുമാണ്. കൊച്ചി രാജ്യ പ്രജാമണ്ഡലത്തിന്റെ പ്രവർത്തനങ്ങൾക്ക് നേതൃത്വം നൽകിയത് ഇ ഇക്കണ്ട വാര്യർ, പനമ്പിള്ളി ഗോവിന്ദ മേനോൻ, കെ അയ്യപ്പൻ. കൊച്ചി രാജ്യ പ്രജാമണ്ഡലത്തിന്റെ പ്രവർത്തനങ്ങൾക്ക് നേതൃത്വം നൽകിയത് ഇ ഇക്കണ്ട വാര്യർ, പനമ്പിള്ളി ഗോവിന്ദ മേനോൻ, കെ അയ്യപ്പൻ എന്നിവരാണ്. കോൺഗ്രസിന്റെ വടകര സമ്മേളനത്തിന്റെ ഭാഗമായി മഹിളാ സമ്മേളനം നടന്നത് 1931. വടകരയാണ് ഈ സമ്മേളനം നടന്നത്. കേരളത്തിലെ ആദ്യത്തെ മഹിളാ സമ്മേളനമാണ് വടകരയിൽ വെച്ച്. കോൺഗ്രസിന്റെ വടകര സമ്മേളനത്തിന്റെ ഭാഗമായി നടന്ന സമ്മേളനം 1931. അപ്പോൾ കൊച്ചി രാജ്യ പ്രജാമണ്ഡലത്തിന്റെ രൂപീകരണത്തിന് നേതൃത്വം നൽകിയത് ആരൊക്കെയാണ്? എസ് നീലകണ്ഠ അയ്യരും വി ആർ കൃഷ്ണൻ എഴുത്തച്ഛനുമാണ്. കൊച്ചി രാജ്യ പ്രജാമണ്ഡലം എസ് നീലകണ്ഠ അയ്യർ, വി ആർ കൃഷ്ണൻ എഴുത്തച്ഛൻ. കൊച്ചി രാജ്യ പ്രജാമണ്ഡലത്തിന്റെ പ്രവർത്തനങ്ങൾക്ക് നേതൃത്വം നൽകിയത് ഇക്കണ്ട വാര്യരും പനമ്പിള്ളി ഗോവിന്ദ മേനോൻ, അയ്യപ്പൻ. രൂപീകരണത്തിന് നേതൃത്വം നൽകിയവരാണ് എസ് നീലകണ്ഠ അയ്യരും വി ആർ കൃഷ്ണൻ എഴുത്തച്ഛനും. ഇതിന്റെ പ്രവർത്തനങ്ങൾക്ക് നേതൃത്വം നൽകിയത് ഇക്കണ്ട വാര്യര്, പനമ്പിള്ളി ഗോവിന്ദ മേനോൻ, കെ അയ്യപ്പൻ എന്നിവരാണ്. മലബാറിലെ ദേശീയ പ്രക്ഷോഭത്തിന് നേതൃത്വം നൽകിയ വനിതയാണ് എ വി കുട്ടിമാളു അമ്മ. മലബാറിലെ ദേശീയ പ്രക്ഷോഭത്തിന് നേതൃത്വം നൽകിയത് എ വി കുട്ടിമാളു അമ്മ. തിരുവിതാംകൂറിലെ ദേശീയ പ്രക്ഷോഭത്തിന് നേതൃത്വം നൽകിയത് അക്കാമ ചെറിയാൻ, ആനി മസ്ക്രീൻ. തിരുവിതാംകൂറിലെ ദേശീയ പ്രക്ഷോഭത്തിന് നേതൃത്വം നൽകിയവരാണ് അക്കാമ ചെറിയാൻ, ആനി മസ്ക്രീൻ. ഹരിജനോദ്ധാരണത്തിന്റെ ഭാഗമായി ഗാന്ധിജി കേരളത്തിൽ വന്നപ്പോൾ ഗാന്ധിജിക്ക് ആഭരണങ്ങൾ ഊരി നൽകിയത് കൗമുദി ടീച്ചർ. ഹരിജനോദ്ധാരണത്തിന്റെ ഭാഗമായി കേരളത്തിൽ ഗാന്ധിജി വന്ന സമയത്ത് ഗാന്ധിജിക്ക് ആഭരണങ്ങൾ ഊരി നൽകിയത് ആരാണ്? കൗമുദി ടീച്ചർ. ഭാഷാടിസ്ഥാനത്തിൽ സംസ്ഥാന കോൺഗ്രസ് കമ്മിറ്റികൾ രൂപീകരിക്കാൻ തീരുമാനിച്ച സമ്മേളനം 1920 നാഗ്പൂർ സമ്മേളനം. ഭാഷാടിസ്ഥാനത്തിൽ സംസ്ഥാന കോൺഗ്രസ് കമ്മിറ്റികൾ രൂപീകരിക്കാൻ തീരുമാനിച്ച സമ്മേളനം ഏതാണ്? ഭാഷാടിസ്ഥാനത്തിൽ സംസ്ഥാന കോൺഗ്രസ് കമ്മിറ്റികൾ രൂപീകരിക്കാൻ തീരുമാനിച്ച സമ്മേളനം 1920 നാഗ്പൂർ സമ്മേളനം. ഒന്നാം കേരള സംസ്ഥാന രൂപീകരണ സമ്മേളനം നടന്നത് ഒന്നാം കേരള സംസ്ഥാന രാഷ്ട്രീയ സമ്മേളനം നടന്നത് 1921 ഏപ്രിൽ 22 മുതൽ 26 വരെ ഒറ്റപ്പാലത്ത് വെച്ചാണ് നടന്നത്. ഒന്നാം കേരള സംസ്ഥാന രാഷ്ട്രീയ സമ്മേളനം 1921 ഏപ്രിൽ 23 മുതൽ 26 വരെ ഒറ്റപ്പാലത്ത് വെച്ച് നടന്നു. ഒന്നാം കേരള സംസ്ഥാന രാഷ്ട്രീയ സമ്മേളനം 1921 ഏപ്രിൽ 23 മുതൽ 26 വരെ ഒറ്റപ്പാലത്ത് വെച്ച് നടന്നു. ഒന്നാം കേരള സംസ്ഥാന രാഷ്ട്രീയ സമ്മേളനത്തിന്റെ അധ്യക്ഷൻ ആരായിരുന്നു? ടി പ്രകാശം. ടി പ്രകാശം. ഒന്നാം കേരള സംസ്ഥാന രാഷ്ട്രീയ സമ്മേളനത്തിന്റെ അധ്യക്ഷൻ ടി പ്രകാശം. ആന്ധ്ര കേസരി എന്നറിയപ്പെടുന്നത് ടി പ്രകാശം. ആന്ധ്ര കേസരി ടി പ്രകാശം. സ്വാതന്ത്ര്യത്തിന് ശേഷം കേരളത്തെ ഒരു പ്രത്യേക സംസ്ഥാനമായി പുനഃസംഘടിപ്പിക്കണമെന്ന പ്രമേയം അവതരിപ്പിച്ച പയ്യന്നൂർ കോൺഗ്രസ് സമ്മേളനത്തിന്റെ അധ്യക്ഷൻ ജവഹർലാൽ നെഹ്റു. സ്വാതന്ത്ര്യത്തിന് ശേഷം കേരളത്തെ ഒരു പ്രത്യേക സംസ്ഥാനമായി പുനഃസംഘടിപ്പിക്കണമെന്ന പ്രമേയം അവതരിപ്പിച്ച പയ്യന്നൂർ കോൺഗ്രസ് സമ്മേളനത്തിന്റെ അധ്യക്ഷൻ ജവഹർലാൽ നെഹ്റു. അപ്പോൾ പയ്യന്നൂർ കോൺഗ്രസ് സമ്മേളനത്തിന്റെ പ്രമേയം എന്തായിരുന്നു? സ്വാതന്ത്ര്യത്തിന് ശേഷം കേരളത്തെ ഒരു പ്രത്യേക സംസ്ഥാനമാക്കി പുനഃസംഘടിപ്പിക്കണമെന്ന്. ഇതിന്റെ അധ്യക്ഷൻ ജവഹർലാൽ നെഹ്റു. ആന്ധ്ര കേസരി എന്നറിയപ്പെടുന്നത് ടി പ്രകാശം. ആന്ധ്ര കേസരി ആരാണ്? ടി പ്രകാശം. ഒന്നാം കേരള സംസ്ഥാന രാഷ്ട്രീയ സമ്മേളനത്തിന്റെ അധ്യക്ഷൻ ടി പ്രകാശമായിരുന്നു. ഇത് നടന്നത് 1921 ഒറ്റപ്പാലത്ത് വെച്ചാണ്. 1947 തൃശ്ശൂരിൽ ചേർന്ന ഐക്യ കേരള കൺവെൻഷൻ അധ്യക്ഷൻ കെ കേളപ്പൻ. 1947 തൃശ്ശൂരിൽ ചേർന്ന ഐക്യ കേരള കൺവെൻഷന്റെ അധ്യക്ഷൻ കെ കേളപ്പനാണ്. 1947 തൃശ്ശൂരിൽ ചേർന്ന ഐക്യ കേരള കൺവെൻഷന്റെ അധ്യക്ഷൻ ആരാണ്? കെ കേളപ്പനാണ്.
തിരുവിതാംകൂറിനെയും കൊച്ചിയെയും സംയോജിപ്പിച്ച് തിരുക്കൊച്ചി നിലവിൽ വന്നത്. തിരുവിതാംകൂറിനെയും കൊച്ചിയെയും സംയോജിപ്പിച്ചുകൊണ്ട് തിരുക്കൊച്ചി നിലവിൽ വന്നത് 1949 ജൂലൈ 1. 1949 ജൂലൈ 1. 1.25 കോടി മലയാളികൾ എന്ന ഗ്രന്ഥത്തിന്റെ കർത്താവ് EMS. 1.25 കോടി മലയാളികൾ EMS. തിരുവിതാംകൂറിനെയും കൊച്ചിയെയും സംയോജിപ്പിച്ച് തിരുക്കൊച്ചി വന്നത് 1949 ജൂലൈ 1. 1947 തൃശ്ശൂരിൽ ചേർന്ന ഐക്യകേരള കൺവെൻഷന്റെ അധ്യക്ഷൻ കേളപ്പനാണ്. മലയാളം സംസാരിക്കുന്ന പ്രദേശങ്ങളെ ഉൾപ്പെടുത്തി കേരളം രൂപീകരിക്കണമെന്ന് EMS സൂചിപ്പിച്ച ഗ്രന്ഥമാണ് 1.25 കോടി മലയാളികൾ. മലയാളം സംസാരിക്കുന്ന പ്രദേശങ്ങളെ ഉൾപ്പെടുത്തി കേരളം രൂപീകരിക്കണമെന്ന് EMS സൂചിപ്പിച്ച പുസ്തകം ഏതാണ്? 1.25 കോടി മലയാളികൾ. 1.25 കോടി മലയാളികൾ. സംസ്ഥാന പൊതുസംഘടനാ കമ്മീഷൻ ശുപാർശ പ്രകാരം മലബാർ, തിരുവിതാംകൂർ, കൊച്ചി എന്നീ പ്രദേശങ്ങൾ ഉൾപ്പെടുത്തി കേരള സംസ്ഥാനം രൂപീകൃതമായത് 1956 നവംബർ 1. കേരള സംസ്ഥാന പുനഃസംഘടനാ കമ്മീഷന്റെ ശുപാർശ പ്രകാരം മലബാർ, തിരുവിതാംകൂർ, കൊച്ചി എന്നിവ ഉൾപ്പെടുത്തി കേരളം രൂപീകൃതമായത് 1956 നവംബർ 1. തിരുവിതാംകൂറിന്റെ ഭാഗമായിരുന്ന തോവാള, അഗസ്തീശ്വരം, കൽക്കുളം, വിളവങ്കോട്. തിരുവിതാംകൂറിന്റെ ഭാഗമായിരുന്ന തോവാള, അഗസ്തീശ്വരം, കൽക്കുളം, വിളവങ്കോട് എന്നീ പ്രദേശങ്ങള് മദുരാശി സംസ്ഥാനത്തിന് വിട്ടുകൊടുത്തു. തിരുവിതാംകൂറിന്റെ ഭാഗമായിരുന്ന ഏതൊക്കെ താലൂക്കുകളാണ്? തോവാള, അഗസ്തീശ്വരം, കൽക്കുളം, വിളവങ്കോട്. ഇത് മദുരാശി സംസ്ഥാനത്തിന് വിട്ടുകൊടുത്തു. തെക്കൻ കർണാടകത്തിന്റെ ഭാഗമായിരുന്ന കാസർഗോഡ്, ഹോസ്ദുർഗ് എന്നിവ കേരളത്തോട് കൂട്ടിച്ചേർത്തു. തെക്കൻ കർണാടകത്തിന്റെ ഭാഗമായിരുന്ന കാസർഗോഡും ഹോസ്ദുർഗും കേരളത്തിലേക്ക് വന്നു. എന്നാൽ തിരുവിതാംകൂറിന്റെ ഭാഗമായിരുന്ന അഗസ്തീശ്വരം, തോവാള, കൽക്കുളം, വിളവങ്കോട് ഇവ മദുരാശി സംസ്ഥാനത്തിലേക്കും പോയി. 6ാം ക്ലാസ്സിലെ പാഠം 9 മധ്യകാല കേരളം. മധ്യകാല കേരളം എന്ന് വിശേഷിപ്പിക്കപ്പെടുന്നത് CE 9ാം നൂറ്റാണ്ട് മുതൽ 18ാം നൂറ്റാണ്ട് വരെയുള്ള കാലഘട്ടത്തെയാണ്. അപ്പം മധ്യകാല കേരളം ഏത് നൂറ്റാണ്ട് മുതൽ ഏത് നൂറ്റാണ്ട് വരെയാണ്? CE 9ാം നൂറ്റാണ്ട് മുതൽ 18ാം നൂറ്റാണ്ട് വരെയാണ്. മധ്യകാല കേരളത്തെക്കുറിച്ച് അറിവ് നൽകുന്ന പ്രധാന രേഖകളാണ് ചെപ്പേടുകൾ. മധ്യകാല കേരളത്തെക്കുറിച്ച് നമുക്ക് അറിവ് കിട്ടുന്നത് ചെപ്പേടുകളിൽ നിന്നാണ്. ചെമ്പ് തകിടിൽ ആലേഖനം ചെയ്ത ലിഖിതങ്ങളെയാണ് ചെപ്പേടുകൾ എന്ന് പറയുന്നത്. ചെമ്പ് തകിടുകളിൽ ആലേഖനം ചെയ്ത ലിഖിതങ്ങളാണ് ചെപ്പേടുകൾ. ജൂത ചെപ്പേട് രേഖപ്പെടുത്തിയിരിക്കുന്ന ലിപി വട്ടെഴുത്ത് ലിപി. ജൂത ചെപ്പേട് രേഖപ്പെടുത്തിയ ലിപി ഏതാണ്? വട്ടെഴുത്ത് ലിപി. മഹോദയപുരത്തെ ഭാസ്കര രവി അഞ്ചുവണ്ണം എന്ന കച്ചവട സംഘത്തിന് അനുവദിച്ചു കൊടുത്ത അവകാശങ്ങൾ അടങ്ങിയ രേഖകളാണ് ജൂത ചെപ്പേട്. മഹോദയപുരത്തെ ഭാസ്കര രവി അഞ്ചുവണ്ണം എന്ന കച്ചവട സംഘത്തിന് അനുവദിച്ചു കൊടുത്ത അവകാശങ്ങൾ അടങ്ങിയ രേഖകളാണ് ജൂത ചെപ്പേടുകൾ. മഹോദയപുരത്തെ ഭാസ്കര രവി അഞ്ചുവണ്ണം എന്ന കച്ചവട സംഘത്തിന് അനുവദിച്ചു കൊടുത്ത അവകാശങ്ങൾ അടങ്ങിയ രേഖകളാണ് ജൂത ചെപ്പേട്. CE 9ാം നൂറ്റാണ്ടിൽ മഹോദയപുരത്തെ ആസ്ഥാനമാക്കി നിലവിൽ വന്ന രാജവംശം പെരുമാക്കൽ. CE 9ാം നൂറ്റാണ്ടിൽ മഹോദയപുരത്തെ ആസ്ഥാനമാക്കി നിലവിൽ വന്ന രാജവംശമാണ് പെരുമാക്കൽ. പെരുമാക്കൾ അറിയപ്പെടുന്ന മറ്റു പേരുകളാണ് ചേരമാന്, ചേരൻ, കുലശേഖരൻ. പെരുമാക്കൾ അറിയപ്പെടുന്ന മറ്റു പേരുകൾ ചേരമാൻ, ചേരൻ, കുലശേഖരൻ. പെരുമാക്കൾ ഭരിച്ചിരുന്നത് വടക്ക് കോലത്തുനാട് മുതൽ തെക്ക് വേണാട് വരെ. പെരുമാക്കൾ ഭരിച്ചിരുന്നത് വടക്ക് കോലത്തുനാട് മുതൽ തെക്ക് വേണാട് വരെ. ഇന്നത്തെ കൊടുങ്ങല്ലൂരിന്റെ ഭാഗങ്ങളാണ് മഹോദയപുരം അഥവാ മുയിരിക്കോട്. നാടുവാഴി സ്വരൂപങ്ങൾ ആരംഭിക്കുന്നത് 12ാം നൂറ്റാണ്ടിൽ. നാടുവാഴി സ്വരൂപങ്ങൾ ആരംഭിക്കുന്നത് 12ാം നൂറ്റാണ്ടിൽ. നാടുവാഴികൾക്ക് കീഴിലുള്ള പ്രദേശങ്ങളാണ് സ്വരൂപങ്ങൾ എന്ന പേരിൽ അറിയപ്പെടുന്നത്. നാടുവാഴികൾക്ക് കീഴിലുള്ള പ്രദേശങ്ങളെ സ്വരൂപങ്ങൾ എന്ന പേരിൽ അറിയപ്പെടുന്നു. പ്രധാനപ്പെട്ട സ്വരൂപങ്ങൾ ഏതൊക്കെയാണ്? തൃപ്പാപ്പൂർ സ്വരൂപം, പെരുമ്പടപ്പ് സ്വരൂപം, നെടിയുരുപ്പ് സ്വരൂപം, കോല സ്വരൂപം. അപ്പം വേണാടിനെയാണ് തൃപ്പാപ്പൂർ സ്വരൂപം എന്ന് വിശേഷിപ്പിക്കുന്നത്. കൊച്ചിയെ പെരുമ്പടപ്പ് സ്വരൂപം എന്ന് വിശേഷിപ്പിക്കുന്നു. കോഴിക്കോടിനെ നെടിയുരുപ്പ് സ്വരൂപം, ചിറക്കലിനെ അഥവാ കോലത്ത് നാടിനെ കോല സ്വരൂപം. ചിറക്കൽ അഥവാ കോലത്ത് നാട് കോല സ്വരൂപം. അപ്പൊ തൃപ്പാപ്പൂർ സ്വരൂപം വേണാട്, പെരുമ്പടപ്പ് സ്വരൂപം കൊച്ചി, നെടിയുരുപ്പ് സ്വരൂപം കോഴിക്കോട്, കോല സ്വരൂപം കോലത്തുനാട് അഥവാ ചിറക്കൽ. ചിറക്കൽ കോലത്തുനാട് സെയിമാണ്. മധ്യകാല കേരളത്തിലെ കച്ചവട സംഘങ്ങൾ അഞ്ചുവണ്ണം, മണി, ഗ്രാമം. മധ്യകാല കേരളത്തിലെ പ്രധാന അങ്ങാടികളാണ് അനന്തപുരം, കൊല്ലം, കൊച്ചി, കോഴിക്കോട്, പന്തലായനി. മധ്യകാല കേരളത്തിലെ പ്രധാന അങ്ങാടികൾ അനന്തപുരം, കൊല്ലം, കൊച്ചി, കോഴിക്കോട്, പന്തലായനി.
മധ്യകാല കേരളത്തിലെ പ്രധാന തുറമുഖങ്ങള് കൊല്ലം, കൊച്ചി, കോഴിക്കോട്, വളപട്ടണം. മധ്യകാല കേരളത്തിലെ പ്രധാനപ്പെട്ട തുറമുഖങ്ങൾ ഏതൊക്കെയാണ്? കൊല്ലം, കൊച്ചി, കോഴിക്കോട്, വളപട്ടണം. കൊല്ലം, കൊച്ചി, കോഴിക്കോട്, വളപട്ടണം. സംസ്കൃതവും പഴയ മലയാള ഭാഷയും ചേർന്ന് മധ്യകാലഘട്ടത്തിൽ രൂപം കൊണ്ട ഭാഷാ ശൈലിയാണ് മണിപ്രവാളം. സംസ്കൃതവും പഴയ മലയാള ഭാഷയും കൂടി മിക്സായത് മിക്സായതാണ് മണിപ്രവാളം എന്ന ഭാഷാ ശൈലി. ഇതിന് ഉദാഹരണമാണ് ഉണ്ണുനീലി സന്ദേശം. ഇതിന് ഉദാഹരണമാണ് ഉണ്ണുനീലി സന്ദേശം. 15-ാം നൂറ്റാണ്ടിൽ കേരളത്തിലെത്തിയ ചൈനീസ് സഞ്ചാരിയാണ് മാഹുവാൻ. 15-ാം നൂറ്റാണ്ടിൽ കേരളത്തിലെത്തിയ ചൈനീസ് സഞ്ചാരി മാഹുവാൻ. പഴയ മലയാളം എഴുതിയിരുന്ന ലിപികള് വട്ടെഴുത്ത്, കോലെഴുത്ത്. പഴയ മലയാളം എഴുതിയ ലിപികൾ ഏതൊക്കെയാണ്? വട്ടെഴുത്ത്, കോലെഴുത്ത്. കൃഷ്ണഗാഥ രചിച്ചത് ചെറുശ്ശേരി. കൃഷ്ണഗാഥ രചിച്ചത് ആരാണ്? ചെറുശ്ശേരിയാണ് കൃഷ്ണഗാഥ രചിച്ചത്. അധ്യാത്മരാമായണം കിളിപ്പാട്ട് എഴുത്തച്ഛനാണ്. അധ്യാത്മരാമായണം കിളിപ്പാട്ട് എഴുത്തച്ഛൻ. മഹാഭാരതം കിളിപ്പാട്ടുകളും എഴുത്തച്ഛൻ തന്നെയാണ്. മഹാഭാരതം കിളിപ്പാട്ട് എഴുത്തച്ഛൻ. 17-ാം നൂറ്റാണ്ടിൽ അറബി മലയാളത്തിൽ ഖാസി മുഹമ്മദ് രചിച്ച കൃതിയാണ് മുഹിദ്ദീൻ മാല. 17-ാം നൂറ്റാണ്ടിൽ അറബി മലയാളത്തിൽ ഖാസി മുഹമ്മദ് രചിച്ച കൃതിയാണ് മുഹിദ്ദീൻ മാല. അൽ ഫത്ഹുൽ മുബീൻ രചിച്ചത് ഖാസി മുഹമ്മദ്. 18-ാം നൂറ്റാണ്ടിൽ അർണോസ് പാദ്രി രചിച്ച കൃതിയാണ് പുത്തൻ പാന. 18-ാം നൂറ്റാണ്ടിൽ അർണോസ് പാദ്രി രചിച്ചത് പുത്തൻ പാന. കേരളത്തിലെ മുസ്ലിങ്ങൾക്കിടയിൽ പ്രചാരത്തിലുണ്ടായിരുന്ന സങ്കര ഭാഷയാണ് അറബി മലയാളം എഴുതാൻ ഉപയോഗിച്ച ലിപി അറബിയാണ്. മലയാളത്തിൽ വായിക്കും, അറബിയിലാണ് എഴുതുക. മധ്യകാല കേരളത്തിൽ ഉത്ഭവിച്ച ക്ഷേത്രകലകള് കൂത്ത്, കൂടിയാട്ടം, കഥകളി. മധ്യകാല കേരളത്തിൽ ഉത്ഭവിച്ച ക്ഷേത്രകലകള് കൂത്ത്, കൂടിയാട്ടം, കഥകളി. മധ്യകാല കേരളത്തിൽ ഉത്ഭവിച്ച അനുഷ്ഠാന കലകള് തെയ്യം, തിറ, കളംപാട്ട്. മധ്യകാല കേരളത്തിൽ ഉത്ഭവിച്ച അനുഷ്ഠാന കലകൾ ഏതൊക്കെയാ? തെയ്യം, തിറ, കളംപാട്ട്. ക്ഷേത്രങ്ങളിലെ കലകൾ അരങ്ങേറിയിരുന്ന വേദി കൂത്തമ്പലം. അനുഷ്ഠാന കലകൾ അരങ്ങേറിയത് കാവുകളിലാണ്. എവിടെയാണ്? കാവുകളിലാണ്. പെരുമാൾ കാലത്തെ പ്രധാന ജ്യോതിശാസ്ത്രജ്ഞന് ശങ്കരനാരായണനാണ്. ശങ്കരനാരായണ്യം എന്ന ജ്യോതിശാസ്ത്ര ഗ്രന്ഥം രചിച്ചത് ശങ്കരനാരായണനാണ്. ശങ്കരനാരായണീയം എന്ന ജ്യോതിശാസ്ത്ര ഗ്രന്ഥം രചിച്ചു. മധ്യകാല കേരളത്തിലെ ഗണിത ശാസ്ത്രജ്ഞനാണ് സംഗ്രാമമാധവൻ. അദ്ദേഹത്തിന്റെ കൃതിയാണ് വേണുവാരോഹം. ആരുതാണ്? സംഗ്രാമമാധവൻ. മധ്യകാലഘട്ടത്തിൽ രചിക്കപ്പെട്ട ആയുർവേദ ഗ്രന്ഥമാണ് അഷ്ടാംഗഹൃദയം. മധ്യകാലഘട്ടത്തിലെ ആയുർവേദ ഗ്രന്ഥമാണ്. മൂഷകവംശം അതുലൻ എഴുതിയതാണ്. അതുലൻ്റെതാണ്. തുഹ്ഫത്തുൽ മുജാഹിദീൻ ഷെയ്ഖ് സൈനുദ്ദീൻ മക്തൂമാണ് തുഹ്ഫത്തുൽ മുജാഹിദീൻ. മധ്യകാല കേരളത്തിലെ ക്ഷേത്രങ്ങളോട് ചേർന്ന് നിൽക്കുന്ന വിദ്യാകേന്ദ്രങ്ങൾ ശാലകളാണ്. മധ്യകാല കേരളത്തിലെ ബുദ്ധകേന്ദ്രങ്ങളോട് ചേർന്ന് നിൽക്കുന്ന വിദ്യാലയങ്ങൾ പള്ളികൾ. മധ്യകാല കേരളത്തിലെ ബുദ്ധകേന്ദ്രങ്ങളോട് ചേർന്ന് നിൽക്കുന്ന വിദ്യാലയങ്ങൾ പള്ളികൾ എന്ന പേരിൽ അറിയപ്പെട്ടു. മധ്യകാല കേരളത്തിലെ പ്രധാനപ്പെട്ട ശാലകൾ ഏതൊക്കെയാണ്? കാന്തളൂർ ശാല, വിഴിഞ്ഞൻ ശാല, പാർത്ഥിവശേഖരപുരം ശാല. മധ്യകാല കേരളത്തിലെ പ്രധാനപ്പെട്ട ശാലകൾ കാന്തളൂർ ശാല, വിഴിഞ്ഞൻ ശാല, പാർത്ഥിവശേഖരപുരം ശാല. 9ാം ക്ലാസ്സിലെ പാഠം 7 മധ്യകാല കേരളം സി 8ാം നൂറ്റാണ്ട് മുതൽ 18ാം നൂറ്റാണ്ട് വരെ. തരിസാപ്പള്ളി ലിഖിതം എഴുതപ്പെട്ട വർഷം സി 849. തരിസാപ്പള്ളി ലിഖിതം എഴുതപ്പെട്ട വർഷം ഏതാണ്? സി 849. തരിസാപ്പള്ളി ലിഖിതം എഴുതപ്പെട്ടിരിക്കുന്നത് വട്ടെഴുത്ത് ലിപിയിലാണ്. എഴുതിയത് വട്ടെഴുത്ത് ലിപിയിലാണ്. പെരുമാൾ രാജാവായ സ്ഥാണുരവിയുടെ 5ാമത്തെ ഭരണവർഷത്തിൽ വേണാട് നാടുവാഴിയായ അയ്യനടികൾ തിരുവടികൾ കൊല്ലം നഗരത്തിലെ തരിസാപ്പള്ളിക്ക് ഭൂമി ദാനം നൽകുന്ന രേഖയാണ് തരിസാപ്പള്ളി ലിഖിതം. എന്താണ് തരിസാപ്പള്ളി ലിഖിതം? പെരുമാൾ രാജാവായ സ്ഥാണുരവിയുടെ 5ാമത്തെ ഭരണവർഷത്തിൽ വേണാട് നാടുവാഴിയായ അയ്യനടികൾ തിരുവടികൾ കൊല്ലം നഗരത്തിലെ തരിസാപ്പള്ളിക്ക് ഭൂമി ദാനം നൽകുന്നതിന്റെ രേഖ. ജനങ്ങൾ കൃഷി ചെയ്ത് താമസിച്ചിരുന്ന പ്രദേശങ്ങൾ നാട് എന്നറിയപ്പെട്ടു. നാട്. കൃഷി ചെയ്യുന്ന തൊഴിൽ കൂട്ടങ്ങളുടെ കുടുംബങ്ങൾ കുടികൾ. കൃഷി ചെയ്യുന്ന
തൊഴിൽ കൂട്ടങ്ങളുടെ കുടുംബങ്ങളെ കുടികൾ എന്നറിയപ്പെട്ടു. കുടികളുടെ അധിപൻ കുടിപതി. നിരവധി കുടികൾ ചേർന്ന് രൂപം കൊള്ളുന്നതാണ് ഊരുകള്. കുടികളുടെ അധിപൻ കുടിപതി, നിരവധി കുടികൾ ചേർന്ന് രൂപം കൊള്ളുന്നതാണ് ഊരുകള്. ഊരിന്റെ അധിപൻ ഊരാളർ. ഊരിന്റെ അധിപൻ ആരാണ്? ഊരാളരാണ്. നിരവധി ഊരുകൾ ചേർന്ന് രൂപം കൊള്ളുന്നത് നാടുകള്. മധ്യകാല കേരളത്തില് വടക്ക് കോലത്ത് നാട് മുതൽ തെക്ക് വേനാട് വരെയുള്ള 14 നാടുകളെല്ലാം കൂടി പെരുമാക്കന്മാരുടെ കീഴിലായിരുന്നു. മധ്യകാല കേരളത്തിൽ വടക്ക് കോലത്തുനാട് മുതൽ തെക്ക് വേണാട് വരെയുള്ള 14 നാടുകൾ ആരുടെ കീഴിലായിരുന്നു? പെരുമാക്കന്മാരുടെ കീഴിലായിരുന്നു. പെരുമാക്കന്മാരുടെ ആസ്ഥാനം മഹോദയപുരം, ഇന്നത്തെ കൊടുങ്ങല്ലൂരാണ് മഹോദയപുരം. കേരളത്തിൽ ആദ്യമായി ഒരു കേന്ദ്രീകൃത ഭരണം സ്ഥാപിച്ചത് പെരുമാക്കന്മാരാണ്. കേരളത്തിൽ ആദ്യമായി ഒരു കേന്ദ്രീകൃത ഭരണം സ്ഥാപിച്ചത് പെരുമാക്കന്മാരാണ്. പെരുമാക്കന്മാരുടെ ഭരണകാലം CE 800 മുതൽ CE 1122 വരെ. പെരുമാക്കന്മാരുടെ ഭരണകാലം CE 800 മുതൽ CE 1122 വരെ. പെരുമാക്കന്മാരിലെ ആദ്യ ഭരണാധികാരി രാജശേഖരൻ. പെരുമാക്കന്മാരിലെ ആദ്യ ഭരണാധികാരി ആരാണ്? രാജശേഖരൻ. പെരുമാക്കന്മാരിലെ അവസാന ഭരണാധികാരി രാമകുലശേഖരനാണ്. പെരുമാക്കന്മാരിലെ അവസാന ഭരണാധികാരി ആരാണ്? രാമകുലശേഖരൻ. മഹോദയപുരത്തെ പെരുമാക്കന്മാര് ആരൊക്കെയാണ്? രാജശേഖരൻ, സ്ഥാണുരവി, കോതരവി, കോത കേരള കേസരി, ഇന്ദുകോത, ഭാസ്കര രവി, രവികോത, ആദിത്യൻ കോത, രാമകുലശേഖരൻ. അപ്പൊ മഹോദയപുരത്തെ പെരുമാക്കന്മാർ ആരൊക്കെയാണ്? രാജശേഖരൻ, സ്ഥാണുരവി, കോതരവി, കോത കേരള കേസരി, ഇന്ദുകോത, ഭാസ്കര രവി, രവികോത, ആദിത്യൻ കോത, രാമകുലശേഖരൻ. ഇവരുടെ കാലഘട്ടം CE 800 മുതൽ 1122 വരെയാണ്. പെരുമാക്കന്മാരുടെ പ്രതിനിധികളാണ് കോയിലാധികാരികൾ. പെരുമാക്കന്മാരുടെ പ്രതിനിധികളെ കോയിലാധികാരികൾ എന്ന് പറയുന്നു. പെരുമാളിനെ ഭരണകാര്യങ്ങളിൽ സഹായിക്കുന്ന ബ്രാഹ്മണ സമിതിയാണ് നാലുതളി. പെരുമാളിനെ ഭരണകാര്യങ്ങളിൽ സഹായിക്കുന്ന ബ്രാഹ്മണ സമിതി നാലുതളി. പെരുമാളിന്റെ സൈന്യം അറിയപ്പെട്ടത് 1000. പെരുമാളിന്റെ സൈന്യം 1000. കൊടുങ്ങല്ലൂർ അറിയപ്പെട്ടിരുന്ന പഴയ പേര് മഹോദയപുരം, മുയിരിക്കോട്. കൊടുങ്ങല്ലൂർ അറിയപ്പെട്ട പഴയ പേരെന്താണ്? മഹോദയപുരം, മുയിരിക്കോട്. പെരുമാക്കന്മാരുടെ കേന്ദ്രീകൃത ഭരണം അവസാനിച്ചതോടുകൂടി നാടുകളിൽ വളർന്നു വന്ന അധികാര സ്ഥാനങ്ങള് നാടുവാഴി സ്വരൂപങ്ങള്. പെരുമാക്കന്മാരുടെ കേന്ദ്രീകൃത ഭരണം അവസാനിച്ചതോടുകൂടി നാടുകളിൽ വളർന്നു വന്ന അധികാര സ്ഥാനങ്ങൾ എന്താണ്? നാടുവാഴി സ്വരൂപങ്ങള്. പെരുമാക്കന്മാരുടെ കേന്ദ്രീകൃത ഭരണം അവസാനിച്ചതോടുകൂടി നാടുകളിൽ വളർന്നു വന്ന അധികാര സ്ഥാനങ്ങളാണ് നാടുവാഴി സ്വരൂപങ്ങള്. പ്രധാനപ്പെട്ട സ്വരൂപങ്ങൾ ഏതൊക്കെയാണ്? കോല സ്വരൂപം കോലത്തുനാട്, നെടിയിരുപ്പ് സ്വരൂപം ഏറനാട്, പെരുമ്പടപ്പ് സ്വരൂപം കൊച്ചി, തൃപ്പാപ്പൂർ സ്വരൂപം വേണാട്. സ്വരൂപങ്ങളിൽ നിലവിലുണ്ടായിരുന്ന രീതി മരുമക്കത്തായം. സ്വരൂപങ്ങളിലെ മരുമക്കത്തായമാണ് നിലവിലുണ്ടായിരുന്നത്. വേണാടിനെ തിരുവിതാംകൂർ എന്ന ആധുനിക നാട്ടുരാജ്യമാക്കി മാറ്റിയത് ആരാണ്? മാർത്താണ്ഡവർമ്മ. വേണാടിനെ തിരുവിതാംകൂർ എന്ന ആധുനിക രാജ്യമാക്കി മാറ്റിയത് മാർത്താണ്ഡവർമ്മ. കേരളത്തിലേക്ക് പടനയിച്ച മൈസൂർ ഭരണാധികാരി ഹൈദരലിയും പുത്രൻ ടിപ്പു സുൽത്താനും. കേരളത്തിലേക്ക് പടനയിച്ച മൈസൂർ ഭരണാധികാരിയാണ് ഹൈദരലിയും പുത്രൻ ടിപ്പു സുൽത്താനും. മലബാറിൽ മൈസൂർ സുൽത്താൻമാർ ഭരിച്ച കാലഘട്ടം 1766 മുതൽ 1792 വരെ. മലബാറിലെ മൈസൂർ സുൽത്താൻമാർ ഭരിച്ച കാലഘട്ടം 1766 മുതൽ 1792 വരെ. മധ്യകാല കേരളത്തിൽ ഉടമസ്ഥാവകാശത്തിന്റെ അടിസ്ഥാനത്തിൽ ഭൂമിയെ ചേരിക്കൽ ഭൂമി, ബ്രഹ്മസ്വം ഭൂമി, ദേവസ്വം ഭൂമി എന്നിങ്ങനെ തരംതിരിച്ചു. എന്താ ചേരിക്കൽ ഭൂമി എന്ന് പറഞ്ഞാൽ? നാടുവാഴികളുടെ നിയന്ത്രണത്തിലുള്ള ഭൂമിയാണ് ചേരിക്കൽ ഭൂമി. നാടുവാഴികളുടെ നിയന്ത്രണത്തിലുള്ള ഭൂമിയെ ചേരിക്കൽ ഭൂമി എന്ന് പറഞ്ഞു. ബ്രാഹ്മണരുടെ നിയന്ത്രണത്തിലുള്ള ഭൂമി ബ്രഹ്മസ്വം ഭൂമി, ക്ഷേത്രങ്ങളുടെ നിയന്ത്രണത്തിലുള്ള ഭൂമി ദേവസ്വം ഭൂമി. ഇപ്പൊ ദേവസ്വം ഭൂമിയുടെ അവകാശികൾ ഊരാളര്. ദേവസ്വം ഭൂമിയുടെ അവകാശികൾ ഊരാളര്. ഊരാളരിൽ നിന്നും ഇടനിലക്കാരായി കൃഷിക്കായി ഭൂമി വാങ്ങുന്ന വിഭാഗം കാരാളര്. ഊരാളരിൽ നിന്നും ഇടനിലക്കാരായിട്ട് കൃഷിക്കായിട്ട് ഭൂമി വാങ്ങുന്ന വിഭാഗമാണ് കാരാളര്. മധ്യകാല കേരളത്തിലെ അധികാര ശ്രേണി നാടുവാഴികൾ, ഊരാളര്, കാരാളര്. അപ്പൊ നാടുവാഴി കഴിഞ്ഞാൽ ഊരാളര്, ഊരാളര് കഴിഞ്ഞാൽ കാരാളര്. ഉൽപാദനത്തിന്റെ ഒരു നിശ്ചിത പങ്ക് ജന്മിക്ക് പാട്ടമായി നൽകാമെന്ന വ്യവസ്ഥയിൽ ജന്മിമാർ കുടിയാന്മാർക്ക് നൽകിയ ഭൂമിയാണ്
വെറും പാട്ടം ഭൂമി. ഉൽപാദനത്തിന്റെ ഒരു നിശ്ചിത പങ്ക് ജന്മിക്ക് പാട്ടമായി നൽകാമെന്ന വ്യവസ്ഥയിൽ ജന്മിമാർ കുടിയാന്മാർക്ക് നൽകിയ ഭൂമിയാണ് വെറും പാട്ടം ഭൂമി. വെറും പാട്ടം ഭൂമി. പെരുമാൾ കാലത്തിന് ശേഷം പ്രചാരം നേടിയ പണയപ്പാട്ടം വ്യവസ്ഥകളാണ് കാണം, ഒറ്റി. പെരുമാൾ കാലത്തിന് ശേഷം പ്രചാരം നേടിയ പണയപ്പാട്ടം വ്യവസ്ഥകളാണ് കാണം, ഒറ്റി. ജന്മിമാർ കാണക്കുടിയാന്മാർക്ക് നൽകിയിരുന്ന നികുതി ഇളവ് കുഴിക്കാണം. ജന്മിമാർ കാണക്കുടിയാന്മാർക്ക് നൽകിയിരുന്ന നികുതി ഇളവ് കുഴിക്കാണം. ഭൂമിയുടെ അവകാശം തലമുറകളിലൂടെ കൈമാറി വരുന്ന ജന്മാവകാശ രീതിയിലുള്ള ഭൂമി ജന്മം ഭൂമി. ഭൂമിയുടെ അവകാശം തലമുറകളിലൂടെ കൈമാറി വരുന്ന ജന്മാവകാശ രീതിയിലുള്ള ഭൂമിയാണ് ജന്മം ഭൂമി. ജന്മം ഭൂമി. ജന്മം ഭൂമിയുടെ ഉടമസ്ഥാവകാശി ജന്മിയാണ്. ജന്മം ഭൂമിയുടെ ഉടമസ്ഥാവകാശി ജന്മി. കൊച്ചിയിൽ നടന്ന ഭൂസർവേ അറിയപ്പെട്ടത് കേട്ടെഴുത്ത്. കൊച്ചിയിൽ നടന്ന ഭൂസർവേ കേട്ടെഴുത്ത്. കൊച്ചിയിൽ നടന്ന ഭൂസർവേ കേട്ടെഴുത്ത്. തിരുവിതാംകൂറിൽ നടന്ന ഭൂസർവേ അറിയപ്പെട്ടത് കണ്ടെഴുത്ത്. തിരുവിതാംകൂറിൽ നടന്ന ഭൂസർവേ കണ്ടെഴുത്ത്. മധ്യകാല കേരളത്തിലെ പ്രധാന കച്ചവട കേന്ദ്രങ്ങൾ കൊല്ലം, കൊടുങ്ങല്ലൂർ, കോഴിക്കോട്, പന്തലായനി, മാടായി, വളപട്ടണം. മധ്യകാല കേരളത്തിലെ പ്രധാന കച്ചവട കേന്ദ്രങ്ങൾ ഏതൊക്കെയാണ്? കൊല്ലം, കൊടുങ്ങല്ലൂർ, കോഴിക്കോട്, പന്തലായനി, മാടായി, വളപട്ടണം. മധ്യകാല കേരളത്തിലെ പ്രാദേശിക കച്ചവട കേന്ദ്രങ്ങൾ ചന്തകള്, അങ്ങാടികള്. മധ്യകാല കേരളത്തിലെ പ്രാദേശിക കച്ചവട കേന്ദ്രങ്ങൾ ഏതൊക്കെയാണ്? ചന്തകള്, അങ്ങാടികള്. മധ്യകാല കേരളത്തിൽ കച്ചവട ബന്ധമുണ്ടായിരുന്ന മറ്റു ദേശക്കാരാണ് തമിഴ്നാട്, കർണാടകം, ആന്ധ്ര, കലിംഗം, ഒറീസ. മധ്യകാല കേരളത്തിൽ കേരളവുമായി കച്ചവട ബന്ധമുണ്ടായിരുന്ന ആൾക്കാരാണ് തമിഴ്നാട്, കർണാടകം, ആന്ധ്ര, കലിംഗം, ഒറീസ. മധ്യകാല കേരളത്തിലെ പ്രധാന കച്ചവടക്കാര് തമിഴ് ബ്രാഹ്മണരും ചെട്ടിമാരുമാണ്. തമിഴ് ബ്രാഹ്മണരും ചെട്ടിമാരും. മധ്യകാല കേരളത്തിൽ കച്ചവട ബന്ധം ഉണ്ടായിരുന്ന വിദേശികള് അറബികള്, ചൈനക്കാര്, യൂറോപ്യര്. അറബികള്, ചൈനക്കാര്, യൂറോപ്യര്. മധ്യകാല കേരളത്തിൽ 14-ാം നൂറ്റാണ്ട് വരെ നിലനിന്നിരുന്ന കച്ചവട സംഘങ്ങള് അഞ്ചുവണ്ണം, മണിഗ്രാമം. അഞ്ചുവണ്ണം, മണിഗ്രാമം എന്നിവ കച്ചവട സംഘങ്ങളായിരുന്നു. മധ്യകാല കേരള ചരിത്രം വിവരിക്കുന്ന അറബി ഭാഷയിലുള്ള കൃതിയാണ് തുഹ്ഫത്തുൽ മുജാഹിദീൻ. തുഹ്ഫത്തുൽ മുജാഹിദീൻ 16-ാം നൂറ്റാണ്ടിലെ ഷെയ്ഖ് സൈനുദ്ദീൻ മക്തൂമാണ് രചിച്ചത്. കേരളത്തിൽ രചിക്കപ്പെട്ട ആദ്യ ചരിത്ര കൃതിയാണ് തുഹ്ഫത്തുൽ മുജാഹിദീൻ. കേരളത്തിലെയും ഇന്ത്യയിലെയും ആദ്യത്തെ രാജവംശാവലി ചരിത്രം മൂഷക വംശകാവ്യം. കേരളത്തിലെയും ഇന്ത്യയിലെയും ആദ്യത്തെ രാജവംശാവലി ചരിത്രം ഏതാണ്? മൂഷക വംശകാവ്യം. CE 6-ാം നൂറ്റാണ്ട് മുതൽ 11-ാം നൂറ്റാണ്ട് വരെ കോലത്തുനാട് ഭരിച്ചിരുന്ന മൂഷക വംശത്തിലെ രാമഘട്ടം മുതൽ ശ്രീകണ്ഠം വരെയുള്ള 119 രാജാക്കന്മാരുടെ ഭരണകാലം വിവരിക്കുന്ന കൃതിയാണ് മൂഷക വംശകാവ്യം. മൂഷക വംശകാവ്യം. ഇത് രചിച്ചത് അതുലനാണ്. അതുലന് മൂഷക രാജാവായ ശ്രീകണ്ഠന്റെ കൊട്ടാരം കവിയായിരുന്നു. മൂഷക വംശരാജാവായ ശ്രീകണ്ഠന്റെ കൊട്ടാരം കവിയാണ് അതുലൻ. തെക്കൻ തിരുവിതാംകൂറിലെ ആയി രാജാവായ വിക്രമാദിത്യ വരഗുണൻ 9-ാം നൂറ്റാണ്ടില് ശ്രീമൂലവാസത്തെ ബുദ്ധവിഹാരത്തിന് കൊടുത്ത അവകാശങ്ങൾ രേഖപ്പെടുത്തിയിരിക്കുന്ന ശാസനമാണ് പാലിയം ശാസനം. തെക്കൻ തിരുവിതാംകൂറിലെ ആയി രാജാവ് വിക്രമാദിത്യ വരഗുണൻ 9-ാം നൂറ്റാണ്ടില് ശ്രീമൂലവാസത്തെ ബുദ്ധവിഹാരത്തിന് കൊടുത്ത അവകാശങ്ങൾ രേഖപ്പെടുത്തിയ ശാസനമാണ് പാലിയം ശാസനം. CE 9, 10, 11 നൂറ്റാണ്ടുകളിൽ താഴേക്കാവ്, കിണാലൂര്, ആലത്തൂര്, തിരുമണ്ണൂര്, ചിതറാല് എന്നിവിടങ്ങളിൽ ജൈനമത മന്ദിരങ്ങൾക്ക് ചെയ്ത ദാനങ്ങൾ രേഖപ്പെടുത്തിയിരിക്കുന്നത് തിരുമണ്ണൂർ ശാസനത്തിലാണ്. CE 9, 10, 11 നൂറ്റാണ്ടുകളിൽ താഴേക്കാവ്, കിണാലൂര്, ആലത്തൂര്, തിരുമണ്ണൂര്, ചിതറാൽ എന്നിവിടങ്ങളിൽ ജൈനമത മന്ദിരങ്ങൾക്ക് ചെയ്ത ദാനങ്ങൾ രേഖപ്പെടുത്തിയിരിക്കുന്നത് തിരുമണ്ണൂർ ശാസനത്തിലാണ്. വേണാട് നാടുവാഴി അയ്യനടികൾ തിരുവടികൾ CE 9-ാം നൂറ്റാണ്ടിൽ മണിഗ്രാമം കച്ചവട സംഘത്തിൽപ്പെട്ട മാർ സാപ്പർ ഈശോ എന്ന ക്രൈസ്തവ കച്ചവടക്കാരന് കൊല്ലം നഗരത്തിൽ കച്ചവടം ചെയ്യാനും തരിസാപ്പള്ളി പണിയാനും നൽകിയ അവകാശമാണ് തരിസാപ്പള്ളി ശാസനം. വേണാട് നാടുവാഴി അയ്യനടികൾ തിരുവടികൾ CE 9-ാം നൂറ്റാണ്ടിൽ മണിഗ്രാമം കച്ചവട സംഘത്തിൽപ്പെട്ട മാർ സാപ്പർ ഈശോ എന്ന ക്രൈസ്തവ കച്ചവടക്കാരന് കൊല്ലം നഗരത്തിൽ കച്ചവടം ചെയ്യാനും തരിസാപ്പള്ളി പണിയാനും നൽകിയ അവകാശമാണ് തരിസാപ്പള്ളി ശാസനം. അഞ്ചുവണ്ണം കച്ചവട സംഘത്തിൽപ്പെട്ട ജോസഫ് റബ്ബാൻ എന്ന ജൂത വ്യാപാരിക്ക് കൊടുങ്ങല്ലൂർ നഗരത്തിൽ കച്ചവടം ചെയ്യാൻ പെരുമാൾ രാജാവായ
ഭാസ്കര രവി ഈ 10-ാം നൂറ്റാണ്ടിൽ നൽകിയ അവകാശമാണ് ജൂതശാസനം. 5 എണ്ണം കച്ചവട സംഘത്തിൽപ്പെട്ട ജോസഫ് റബ്ബാൻ എന്ന ജൂത വ്യാപാരിക്ക് കൊടുങ്ങല്ലൂർ നഗരത്തിൽ കച്ചവടം ചെയ്യാൻ പെരുമാൾ രാജാവായ ഭാസ്കര രവി ഈ 10-ാം നൂറ്റാണ്ടിൽ നൽകിയ അവകാശമാണ് ജൂതശാസനം. 10-ാം നൂറ്റാണ്ടിൽ നെടിയുരുപ്പ് സ്വരൂപത്തിലെ സാമൂതിരി രാജാവ് മുച്ചുന്തി മുസ്ലിം പള്ളിക്ക് കന്മംഗലത്ത് പുളിക്കൽ ഭൂമികൾ ചാർത്തി നൽകിയ ശാസനമാണ് മുച്ചുന്തി പള്ളി ശാസനം. 13-ാം നൂറ്റാണ്ടിൽ നെടിയുരുപ്പ് സ്വരൂപത്തിലെ സാമൂതിരി രാജാവ് മുച്ചുന്തി മുസ്ലിം പള്ളിക്ക് കന്മംഗലത്ത് പുളിക്കൽ ഭൂമികൾ ചാർത്തി നൽകിയ ശാസനമാണ് മുച്ചുന്തി ശാസനം. 10-11 നൂറ്റാണ്ടുകളിൽ കേരളം സന്ദർശിച്ച സഞ്ചാരിയാണ് അൽബിറൂണി. 10-11 നൂറ്റാണ്ടുകളിൽ കേരളം സന്ദർശിച്ച സഞ്ചാരിയാണ് അൽബിറൂണി. 15-ാം നൂറ്റാണ്ടിൽ കേരളത്തിലെത്തിയത് അബ്ദുൾ റസാഖാണ്. 10-11 നൂറ്റാണ്ടുകളിൽ അൽബിറൂണി വന്നു. 15-ാം നൂറ്റാണ്ടിൽ അബ്ദുൾ റസാഖ് വന്നു. പെരുമാൾ കാലത്ത് കേരളത്തിൽ നിലനിന്നിരുന്ന പെരുമാറ്റച്ചട്ടം മൂഴിക്കുളം കച്ചം. പെരുമാൾ കാലത്ത് കേരളത്തിലുണ്ടായിരുന്ന പെരുമാറ്റച്ചട്ടത്തെ മൂഴിക്കുളം കച്ചം എന്ന പേരിൽ അറിയപ്പെടുന്നു. മധ്യകാല കേരളത്തിൽ നിലനിന്നിരുന്ന സത്യപരീക്ഷകൾ ഏതൊക്കെയാണ്? വിഷപരീക്ഷ, പാമ്പിൻ കൂട്ടിൽ കൈവയ്ക്കൽ. വിഷപരീക്ഷ, പാമ്പിൻ കൂട്ടിൽ കൈവയ്ക്കൽ. വിഷപരീക്ഷ, പാമ്പിൻ കൂട്ടിൽ കൈവയ്ക്കൽ. ജലപരീക്ഷ, മുതലയുള്ള കുളത്തിൽ ഇറക്കൽ. ജലപരീക്ഷ, മുതലയുള്ള കുളത്തിൽ ഇറക്കുക. ജലപരീക്ഷ, മുതലയുള്ള കുളത്തിൽ ഇറക്കൽ. ജലനി പരീക്ഷ അഥവാ ശുചീന്ദ്രം കൈമുക്ക്. തിളച്ച എണ്ണയിലോ നെയ്യിലോ കൈമുക്കൽ. അഗ്നിപരീക്ഷ, ശുചീന്ദ്രം കൈമുക്ക്. തിളച്ച എണ്ണയിലോ നെയ്യിലോ കൈമുക്കൽ. തൂക്കുപരീക്ഷ, കുറ്റങ്ങൾ എഴുതിയ താളിയോല ദേഹത്ത് വെച്ച് വീണ്ടും തൂക്കുമ്പോൾ അളവ് കൂടിയാൽ ശിക്ഷ ലഭിക്കുന്ന രീതി. തൂക്കുപരീക്ഷ, കുറ്റങ്ങൾ എഴുതിയ താളിയോല ദേഹത്ത് വെച്ച് വീണ്ടും തൂക്കുന്ന സമയത്ത് അളവ് കൂടിയാൽ ശിക്ഷ ലഭിക്കുന്ന രീതി. സവർണ വിഭാഗക്കാർക്ക് മാത്രം നൽകിയ ശിക്ഷയാണ് സത്യപരീക്ഷ, തൂക്കുപരീക്ഷ. സവർണ വിഭാഗക്കാർക്ക് മാത്രം നടത്തിയിരുന്ന സത്യപരീക്ഷയാണ് തൂക്കുപരീക്ഷ. സവർണ വിഭാഗക്ക് മാത്രമുള്ളതാണ് തൂക്കുപരീക്ഷ. മധ്യകാല കേരളത്തിലെ വേദപഠന കേന്ദ്രങ്ങൾ ശാലകൾ. മധ്യകാല കേരളത്തിലെ വേദപഠന കേന്ദ്രങ്ങൾ ഏതൊക്കെയാണ്? ശാലകൾ. മധ്യകാല കേരളത്തിലെ വേദപഠന കേന്ദ്രങ്ങൾ എന്തു പേരിൽ അറിയപ്പെടുന്നു? ശാലകൾ എന്നറിയപ്പെടുന്നു. ഏറ്റവും പ്രധാനപ്പെട്ട ശാലയാണ് കാന്തളൂർ ശാല. കാന്തളൂർ ശാല പണി കഴിപ്പിച്ചത് ആയി രാജാവായ കരുനന്തടക്കനാണ്. കാന്തളൂർ ശാല പണി കഴിപ്പിച്ചത്. മധ്യകാല കേരളത്തിലെ മറ്റു പ്രധാനപ്പെട്ട ശാലകളാണ് പാർത്ഥിവപുരം ശാല, തിരുവല്ല ശാല, മൂഴിക്കുളം ശാല. പാർത്ഥിവപുരം ശാല, തിരുവല്ല ശാല, മൂഴിക്കുളം ശാല. മലയാളത്തിലെ ആദ്യകാല കൃതിയായി കണക്കാക്കുന്നത് രാമചരിതം. മലയാളത്തിലെ ആദ്യകാല കൃതി ഏതാണ്? രാമചരിതം. 12-ാം നൂറ്റാണ്ടിൽ ചിരാമനാണ് രചിച്ചത്. ചിരാമൻ. സംസ്കൃതം ഇടകലർത്തി മലയാളത്തിൽ രചിച്ച മണിപ്രവാള സാഹിത്യകൃതികളുടെ തുടക്കം 14-ാം നൂറ്റാണ്ടിലായിരുന്നു. 15-ാം നൂറ്റാണ്ടോടുകൂടി അവസാനിച്ചു. സംസ്കൃതം ഇടകലർത്തി മലയാളത്തിൽ രചിച്ച മണിപ്രവാള സാഹിത്യകൃതികളുടെ തുടക്കം 14-ാം നൂറ്റാണ്ടിലായിരുന്നു. അത് 15-ാം നൂറ്റാണ്ടോടുകൂടി അവസാനിച്ചു. മണിപ്രവാളത്തിൽ രചിക്കപ്പെട്ട കൃതികൾ സന്ദേശകാവ്യങ്ങൾ, ചമ്പൂകാവ്യങ്ങൾ. മണിപ്രവാളത്തിൽ രചിക്കപ്പെട്ട കൃതികൾ ഏതൊക്കെയാണ്? സന്ദേശകാവ്യങ്ങൾ, ചമ്പൂകാവ്യങ്ങൾ. ഗദ്യവും പദ്യവും ചേർന്ന കാവ്യങ്ങൾ ചമ്പൂകാവ്യങ്ങൾ. ഗദ്യവും പദ്യവും ചേർന്ന കാവ്യങ്ങളാണ് ചമ്പൂകാവ്യങ്ങൾ. പ്രധാന മണിപ്രവാള കൃതികൾ ഉണ്ണുനീലി സന്ദേശം, ഉണ്ണിയച്ചി ചരിതം, ചന്ദ്രോത്സവം, അനന്തപുര വർണ്ണനം, വൈശിക തന്ത്രം. പ്രധാന മണിപ്രവാള കൃതികൾ ഏതൊക്കെയാണ്? ഉണ്ണുനീലി സന്ദേശം, ഉണ്ണിയച്ചി ചരിതം, ചന്ദ്രോത്സവം, അനന്തപുര വർണ്ണനം, വൈശിക തന്ത്രം. 15-ാം നൂറ്റാണ്ടിലെ രാമായണം, ഭാഗവതം, ശിവരാത്രി മഹാത്മ്യം എന്നീ കൃതികൾ മലയാളത്തിൽ എഴുതിയ നിരണം കവിയാണ് രാമപ്പണിക്കർ അഥവാ കണ്ണശം പണിക്കർ. 15-ാം നൂറ്റാണ്ടിലെ രാമായണം, ഭാഗവതം, ശിവരാത്രി മഹാത്മ്യം എന്നീ കൃതികൾ മലയാളത്തിൽ എഴുതിയ നിരണം കവിയാണ് രാമപ്പണിക്കർ അഥവാ കണ്ണശം പണിക്കർ. മലയാളത്തിലെ പ്രധാന ഭക്തിപ്രസ്ഥാന കവികള് ചെറുശ്ശേരി, പൂന്താനം, എഴുത്തച്ഛൻ. മലയാളത്തിലെ ഭക്തിപ്രസ്ഥാന കവികൾ ആരൊക്കെയാണ്? ചെറുശ്ശേരി, പൂന്താനം, എഴുത്തച്ഛൻ. കൃഷ്ണഗാഥ രചിച്ചത് ചെറുശ്ശേരി. കൃഷ്ണഗാഥ രചിച്ചതാരാണ്? ചെറുശ്ശേരി. ജ്ഞാനപ്പാന,
ശ്രീകൃഷ്ണ കർണാമൃതം എന്നിവ പൂന്താനം രചിച്ചതാണ്. ജ്ഞാനപ്പാന ശ്രീകൃഷ്ണ കർണാമൃതം പൂന്താനത്തിൻ്റെതാണ്. അധ്യാത്മരാമായണം കിളിപ്പാട്ട്, മഹാഭാരതം കിളിപ്പാട്ട് എന്നിവ എഴുത്തച്ഛൻ്റെതാണ്. അധ്യാത്മരാമായണം കിളിപ്പാട്ട്, മഹാഭാരതം കിളിപ്പാട്ട് എഴുത്തച്ഛൻ്റെതാണ്. തുള്ളൽപ്പാട്ടിന്റെ ഉപജ്ഞാതാവ് കുഞ്ചൻ നമ്പ്യാർ. തുള്ളൽപ്പാട്ടിന്റെ ഉപജ്ഞാതാവ് ആരാണ്? കുഞ്ചൻ നമ്പ്യാർ. കുചേലവൃത്തം വഞ്ചിപ്പാട് രചിച്ചത് രാമപുരത്ത് വാര്യർ. ഏതൊക്കെയാണ് വാമൊഴിപ്പാട്ടുകൾ? വടക്കം പാട്ടുകൾ പോർവീരന്മാരെ പ്രകീർത്തിക്കുന്ന പാട്ടുകളാണ്. അതിന് ഉദാഹരണമാണ് തച്ചോളിപ്പാട്ട്, പുത്തൂരാൻ പാട്ട്. തെക്കൻ പാട്ടുകൾ ദേശചരിത്രം, വിവാഹം, ദേവതാസങ്കല്പം, പോർവീരന്മാരുടെ പ്രകീർത്തനം ഒക്കെയാണ് അതിൻ്റെ ഉള്ളടക്കം. ഇരവിക്കുട്ടിപ്പിള്ള പാട്ട്, ഇരവിക്കുട്ടിപ്പിള്ള പോരുപാട്ട്, പഞ്ചപങ്കാട്ട് നീലിപ്പാട്ട് ഇതൊക്കെ ഇതിന് ഉദാഹരണമാണ്. പിന്നെ കൊയ്ത്തുപാട്ടുകൾ, ഞാറ്റുപാട്ടുകൾ, പടപ്പാട്ടുകൾ എന്ന് പറഞ്ഞാൽ എന്താണ്? പട നയിക്കുന്നതുമായി ബന്ധപ്പെട്ട പാട്ടുകളാണ് പടപ്പാട്ടുകൾ. തോറ്റം പാട്ടുകൾ തെയ്യം, തിറ എന്നീ അനുഷ്ഠാനങ്ങളുമായിട്ട് ബന്ധപ്പെട്ട പാട്ടുകളാണ്. 18-ാം നൂറ്റാണ്ടിലെ മിഷണറിമാരുടെ കൃതികൾ ഏതൊക്കെയാണ്? സംക്ഷേപ വേദാർത്ഥം ക്ലെമന്റ് പിയാനിയസ് ആണ്. സംക്ഷേപ വേദാർത്ഥം ആരാണ്? ക്ലെമന്റ് പിയാനിയസ് ആണ്. പുത്തൻപാന അർണോസ് പാതിരി, പുത്തൻപാന അർണോസ് പാതിരി. വർത്തമാന പുസ്തകം പാറേമാക്കൽ തോമാ കത്തനാർ, വർത്തമാന പുസ്തകം പാറേമാക്കൽ തോമാ കത്തനാർ. സംക്ഷേപ വേദാർത്ഥം ക്ലെമന്റ് പിയാനിയസ്, പുത്തൻപാന ആർണോസ് പാതിരി, വർത്തമാന പുസ്തകം പാറേമാക്കൽ തോമാ കത്തനാർ. ഗണിതശാസ്ത്രത്തിലെ അനന്ത ശ്രേണികളെ കണ്ടെത്തിയത്, പൈയുടെ വില കൃത്യപ്പെടുത്തിയത് ഒക്കെ ആരാണ്? സംഗമഗ്രാമ മാധവൻ. സംഗമഗ്രാമ മാധവനാണ് ഗണിതശാസ്ത്രത്തിലെ അനന്ത ശ്രേണികളെ കണ്ടെത്തിയത്, പൈയുടെ വില കൃത്യപ്പെടുത്തിയത്. വേണുവാരോഹം രചിച്ചത് സംഗമഗ്രാമ മാധവൻ. വേണുവാരോഹം സംഗമഗ്രാമ മാധവൻ. കേരള സ്കൂൾ ഓഫ് മാത്തമാറ്റിക്സ് എന്ന പേരിൽ പാശ്ചാത്യ ലോകത്ത് പ്രസിദ്ധമായ ഗണിതശാസ്ത്ര ശാഖയ്ക്ക് രൂപം നൽകിയത് സംഗമഗ്രാമ മാധവൻ, വടശ്ശേരി പരമേശ്വരൻ, നീലകണ്ഠ സോമയാജി. കേരള സ്കൂൾ ഓഫ് മാത്തമാറ്റിക്സ് എന്ന പേരിൽ പാശ്ചാത്യ ലോകത്ത് പ്രസിദ്ധമായ ഗണിതശാസ്ത്ര ശാഖയ്ക്ക് നേതൃത്വം നൽകിയത് സംഗമഗ്രാമ മാധവൻ, വടശ്ശേരി പരമേശ്വരൻ, നീലകണ്ഠ സോമയാജി. മധ്യകാല കേരളത്തിൽ രൂപം കൊണ്ട കലാരൂപങ്ങൾ മോഹിനിയാട്ടം, കഥകളി, ഓട്ടംതുള്ളൽ, തെയ്യം, പടയണി, ഒപ്പന, മാർഗംകളി, ദഫ്മുട്ട്, പരിചമുട്ട്, കൂടിയാട്ടം, ചാക്യാർകൂത്ത്, ചവിട്ടുനാടകം. മധ്യകാല കേരളത്തിൽ രൂപം കൊണ്ട കലാരൂപങ്ങൾ ഏതൊക്കെയാണ്? മോഹിനിയാട്ടം, കഥകളി, ഓട്ടംതുള്ളൽ, തെയ്യം, പടയണി, ഒപ്പന, മാർഗംകളി, ദഫ്മുട്ട്, പരിചമുട്ട് കളി, കൂടിയാട്ടം, ചാക്യാർകൂത്ത്, ചവിട്ടുനാടകം. SCERT ബേസ് ചെയ്ത് കേരള ഹിസ്റ്ററി ഇത്രയാണുള്ളത്. ഇനി നമുക്ക് പൗരധർമ്മം നെക്സ്റ്റ് വീഡിയോയിൽ നോക്കാം. ഓക്കെ, താങ്ക് യു.